Hello students, welcome to ടോസ് അക്കാദമി. ടോസ് അക്കാദമി വളരെ മികച്ച രീതിയിൽ സെറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സെറ്റ് എക്സാമിന് മാത്രമല്ല, നെറ്റ്, കേറ്ററ്റ്, HSST, HSA, LP, UP തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഓൺലൈൻ കോച്ചിങ് വളരെ മികച്ച രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ടോസ് അക്കാദമി. നമ്മുടെ അക്കാദമിയുടെ പ്രത്യേകത എക്സ്പേർട്ട് ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. കൂടാതെ മോക്ക് ടെസ്റ്റ് സീരീസ്, ക്ലാസ്സസ് ബേസ്ഡ് ഓൺ അപ്ഡേറ്റഡ് എക്സാം പാറ്റേൺ, റിവിഷൻ ക്ലാസ്സസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ഇതിനു പുറമെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ടോസ് അക്കാദമി നിങ്ങൾക്ക് മുന്നിൽ ഇക്കഴിഞ്ഞ ജൂലൈ 2022 സെറ്റ് ഫിസിക്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വെർഷൻ B ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The electric flux passing throughout the hemispherical surface of radius R placed in an electric field E with the axis parallel to the field is. അതായത് ഇവിടെ ഒരു ഹെമിസ്ഫെറിക്കൽ സർഫസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഹെമിസ്ഫെറിക്കൽ സർഫസ് വിത്ത് റേഡിയസ് R placed in an electric field E. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഹെമിസ്ഫെറിക്കൽ സർഫസിൻ്റെ ആക്സിസിന് പാരലാണ്. ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസിങ് ഔട്ട് ത്രൂ ദ ഹെമിസ്ഫെറിക്കൽ സർഫസ്. ഈ ഹെമിസ്ഫെറിക്കൽ സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ ദ സർഫസ് ആണ്. നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ അറിയാം. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.ds. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് E കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ യൂണിഫോം ആയിരിക്കും. കാരണം അതിന് ചേഞ്ചിനെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അത് ചേഞ്ച് വരത്തക്ക രീതിയിൽ വേറൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഈ ഇൻ്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. അപ്പം ഈ ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഇൻ്റഗ്രൽ ds. ds എന്ന് പറയുന്നത് എന്താണ്? ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്ന സർഫസിൻ്റെ ഏരിയ. ഇവിടെ ഈ ഹെമിസ്ഫെറിക്കൽ സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഫീൽഡ് ലൈൻസ് ഈ ബേസ് സർക്കുലർ റീജിയനിലൂടെ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന ഫീൽഡ് ലൈൻസ് തന്നെയായിരിക്കും. അപ്പം ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ സർക്കുലർ ബേസിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അത് നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് ഈ സർക്കുലർ ബേസിൻ്റെ ഏരിയ ആയിട്ട് വരും. നമുക്കൊരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വിത്ത് റേഡിയസ് R ആണെങ്കിൽ നമുക്കറിയാം πr². അപ്പം ഈ ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് വരും πr² വരും. therefore flux is equal to E into πr², which is equal to πr² E. That is option C is the correct answer. Okay. Second question. The ratio of electric field vector E and magnetizing field vector H has the dimension of. നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്, അല്ലേ? വോൾട്ട് പെർ മീറ്റർ. അതായത് നമ്മൾ
നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കുളോംസ് ലോ വെച്ച് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ അറിയാം. അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ അറിയാം. നമുക്ക് 1/4πε0 ഒരു പോയിൻറ്റ് ചാർജിനാണെങ്കിൽ Q/r². ഇലക്ട്രിക് ഫീൽഡിൻ്റെ നമുക്ക് പൊട്ടൻഷ്യലിൽ അറിയാം V = 1/4πε0 Q/r ഉള്ളൂ അല്ലേ. അതായത് E എന്ന് പറയുന്നത് V/r ആണ് അല്ലേ. ഇവിടെ r², ഇവിടെ r. ഇതിനെ വീണ്ടും r കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ r² ആകും, അത് E ആകും അല്ലേ. അതായത് E = V/r, അതായത് വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ ഡയമെൻഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് പെർ ആംബിയർ പെർ മീറ്ററിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ ആൻഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് വെക്ടർ എച്ച്. അപ്പോൾ അത് നമ്മൾ റേഷ്യോൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ എന്തായിരിക്കും? E/h വരും അല്ലേ. ഇയുടേത് വോൾട്ട് പെർ മീറ്റർ, എച്ചിൻ്റേത് ആംബിയർ പെർ മീറ്റർ. മീറ്റർ എന്തായി? ക്യാൻസലായി. മിച്ചമൊന്നുണ്ട് വോൾട്ട് പെർ ആംബിയർ. അതായത് വോൾട്ട് പെർ ആംബിയർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. നമുക്കറിയാം, നമുക്ക് ഓംസ് ലോ അറിയാം. V = IR, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഫോർ V/I അല്ലേ. V/I = R, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഈ E/h എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? V/I കിട്ടി. അതൊന്നും വരുന്ന ഓംസ് ലോ പ്രകാരം എന്താണ്? റെസിസ്റ്റൻസ് ആയ R ആണ്. ഇവിടെ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഇംപീഡൻസ് ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം ഇംപീഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെയും റേഷ്യോയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇംപീഡൻസിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ inter-atomic lattice planes in a solid is 12 angstrom. The maximum wavelength of X-ray which are diffracted by this crystal will be. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ദ മാക്സിമം ഇൻ്റർ അറ്റോമിക് ഡിസ്റ്റൻസ് അല്ലേ. ഇൻ്റർ അറ്റോമിക് ലാറ്റിസ് പ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം എന്ന് പറയുന്നത് 12 ആങ്സ്ട്രം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതാണ് ഒരു ബ്രാഗ്സ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം അക്കോർഡിംഗ് ടു ബ്രാഗ്സ് ലോ ദ കണ്ടീഷൻ ഫോർ ദി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈസ് n(λ) = 2d sin θ. ഇതാണ് ബ്രാഗ്സ് ലോയുടെ പ്രകാരം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്ന് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടണമെന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് m(λ) = 2d sin θ ആണ്. ഇവിടെ n എന്ന് പറയുന്ന ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. നമുക്കത് ഇവിടെ 1 എന്നെടുക്കാം. സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാം n മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ n = 1 എന്നാണ് എടുക്കാറ്. d എന്ന് പറയുന്ന വേവ് ലെങ്ത് ഓഫ് ദി എക്സ്റേ, d എന്ന് പറയുന്ന ഇൻ്റർ പ്ലെയിനാർ ഡിസ്റ്റൻസ്, തീറ്റ ഈസ് ദ ഡിഫ്രാക്ഷൻ ആംഗിൾ. അപ്പോൾ നമുക്കിവിടെ n എന്താകണം? n മാക്സിമം ആകണം അല്ലേ. ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻ്റർ ആറ്റോമിക് ലാറ്റിസ് പ്ലെയിൻസ്. അപ്പം ഇവിടെ n മാക്സിമം ആകണമെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം n അല്ല d മാക്സിമം ആകണമെങ്കിൽ ഈ ഇവിടെ എന്താകണം? സൈൻ തീറ്റയും ഇവിടെ d എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് ദ എക്സ്റേ. അപ്പോൾ ഇവിടെ λ2b മാക്സിമം, ഇവിടെ എന്താകണം? ഇവിടെ മാക്സിമം ആകണം. മാക്സിമം ആകണമെങ്കിൽ എന്തായിരിക്കണം? ഇവിടെ സൈൻ തീറ്റയും മാക്സിമം ആയിരിക്കണം അല്ലേ. സൈൻ തീറ്റ മിനിമം ആയാൽ ലാംഡയിനെ അത് അഫക്റ്റ് ചെയ്ത് ലാംഡയും മിനിമം ആവും. അപ്പോൾ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? നമുക്കറിയാം സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അറ്റ് തീറ്റ = 90 ഡിഗ്രിയിൽ ആണത് സൈൻ തീറ്റ വാല്യൂ 1. അപ്പോൾ സൈൻ തീറ്റ മാക്സിമം വാല്യൂ 1 ആയി.
അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? N1 ആയി നമ്മൾ ഓൾറെഡി എടുത്തു. അപ്പം ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു 2D. ലാംഡ ഈസ് ഈക്വൽ 2D ആയി അല്ലേ? കാരണം സൈൻ തീറ്റ 1, N1. ലാംഡ ഈസ് ഈക്വൽ ടു 2D. അപ്പോൾ നമുക്ക് ഡി മാക്സിമം വരെ ഡി അറിയാത്തതാണ് 12 ആങ്സ്ട്രോം. അപ്പം 2 × 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ആങ്സ്ട്രോം ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് എക്സ്റേ. ഓക്കെ, ഇതാണ് എക്സ്റേയുടെ മാക്സിമം വേവ് ലെങ്ത്. എപ്പോൾ? മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻ്റർ ആറ്റോമിക് ലാറ്റിസ് പ്ലെയിൻസ് 12 ആങ്സ്ട്രോം ആയാൽ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഡബിളായ 24 ആങ്സ്ട്രോം ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അതായത് എക്സ്റേ ഡിഫ്രാക്ഷൻ നടക്കാൻ വേണ്ട മിനിമം വേവ് ലെങ്ത് എത്രയായിരുന്നു ചോദ്യം ആയിരുന്നു എന്ന് വിചാരിക്കുക. മിനിമം വേവ് ലെങ്ത് എത്ര ആയിരിക്കണം? അതായത് ഡി എന്ന് പറയുന്നത് 12 ആങ്സ്ട്രോം തന്നിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ നടക്കാൻ ആവശ്യമായ മിനിമം വേവ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? അത് 12 ആങ്സ്ട്രോം തന്നെ ആയിരുന്നേ. കാരണം ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ ഈ ലാംഡയും ഡിയും തമ്മിൽ കമ്പയറബിൾ ആയിരിക്കണം. അപ്പം നമുക്ക് ഡി ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പം ആ ഡി 12 ആങ്സ്ട്രോം ആയതുകൊണ്ട് ലാംഡയുടെ മിനിമം എത്ര ആയിരിക്കണം? മിനിമം ലാംഡ 12 ആങ്സ്ട്രോം എങ്കിലും ആയാൽ മാത്രമേ ഡിഫ്രാക്ഷൻ പോസിബിൾ ആയിട്ട് ആകുള്ളൂ. മാക്സിമം ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ 24 ആങ്സ്ട്രോം. അക്കോർഡിംഗ് ടു ബ്രാക്സിൽ വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഈസ് m lambda is equal to 2D sin theta. Okay. Next question. In helium neon laser, the most favorable ratio of helium to neon for achieving lasing action. നമുക്കറിയാം ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നൊരു കോമൺലി യൂസ് ചെയ്യുന്നൊരു ലേസർ ആണ്. ഇതിൻ്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ഹീലിയം നിയോൺ ഗ്യാസ് ആണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പർട്ടിക്കുലർ ഈ ഹീലിയവും നിയോണും തമ്മിൽ ഒരു പർട്ടിക്കുലർ റേഷ്യോ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഒരു ലേസിങ് ആക്ഷൻ നമുക്ക് കിട്ടുക. അപ്പം അതെന്ന് പറയുന്നത് 7:1 ആണ്. ഈ 7:1 അതായത് ഹീലിയവും നിയോണും തമ്മിലുള്ള റേഷ്യോ 7:1 ആയാലാണ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലേസിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ലേസിങ് ആക്ഷൻ അവിടെ നടക്കുക. ഈ ഹീലിയം നിയോൺ ലേസറിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് എമിഷൻ കിട്ടുന്നത് നിയോൺ ആറ്റംസിൽ ഉള്ള ട്രാൻസിഷൻ മൂലമാണ്. ഇവിടെ ഹീലിയം ഒരിക്കലും ഡയറക്റ്റായിട്ട് ലേസിങ് ആക്ഷൻ അല്ലെങ്കിൽ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഹീലിയത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ആ ലേസിങ് പ്രോസസ്സിനെ, അതായത് നിയോൺ ആറ്റംസിന് ഇടയിൽ നടക്കുന്ന ട്രാൻസിഷൻ മൂലം ഉണ്ടാകുന്ന ലേസിങ് ആക്ഷനെ അല്ലെങ്കിൽ ലേസിങ് പ്രോസസ്സിനെ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് ഹീലിയം ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഹീലിയവും നിയോണും തമ്മിൽ, അപ്പോൾ ഒരു നിയോണിന് 7 ഹീലിയം വേണം. അപ്പം ഹീലിയത്തിൻ്റെ യൂസ് എന്ന് ഇവിടുന്ന് പറയുന്നത് ലേസിങ് പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പം ഈ ഒരു പ്രൊപ്പോർഷൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ലേസിങ് പ്രോസസ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7:1 ആണ്. ഓക്കെ, അതായത് ഒരു 7 ഹീലിയവും ഒരു നിയോണും. ഒരു നിയോണ് 7 ഹീലിയം ആറ്റം വേണം. ഓക്കെ, 5th question. The first line in rotational spectrum of carbon monoxide is at 3.842 centimeter raised to -1. Its bound length is given. The reduced mass of carbon monoxide is 11/384 into 10 raised to -27 kilogram. നമുക്കറിയാം റൊട്ടേഷണൽ സ്പെക്ട്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഈക്വലി സ്പേസ്ഡ് ആണ് അല്ലേ. നമുക്കതിൻ്റെ സ്പെക്ട്രം നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെക്ട്രം എന്ന് പറയുന്നത് ഓരോ ലൈൻസും തമ്മിൽ 2B സ്പേസിങ്ങിലാണ് പോകുന്നത് അല്ലേ. 2B, 4B, 6B, 8B ആണ് ആ സ്പെക്ട്രത്തിൻ്റെ
എനർജി ലെവൽസ്, ആ ലെവൽസ് തമ്മിൽ ഈക്വലി സ്പേസിനാണ്, എല്ലാ ലെവൽസും തമ്മിൽ 2b സ്പേസിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. 2bക്കകത്ത് ബി എന്ന് പറയുന്ന റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. ആ ബിയുടെ വാല്യൂ നമുക്കറിയാം h/8π²IC. ഇവിടെ h എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, I എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് μr², where mu is the reduced mass, h is the Planck's constant, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 6.626 × 10⁻³ ജൂൾ പെർ സെക്കൻഡ്. പിന്നെ c എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, ആൻഡ് പൈ ഈസ് ഈക്വൽ ടു 3.14. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണ്? ദ ഫസ്റ്റ് ലൈൻ ഇൻ റൊട്ടേഷണൽ സ്പെക്ട്രം ഓഫ് കാർബൺ മോണോക്സൈഡ് അല്ലേ? ഫസ്റ്റ് ലൈൻ എവിടെ കാണുക? 2b മാറിയായിരിക്കും ഫസ്റ്റ് ലൈൻ കാണുക. അപ്പം ആ 2bയുടെ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ 2b ഈസ് ഈക്വൽ ടു 3.842. ദാറ്റ് ഈസ് ഈക്വൽ ടു 2b എന്ന് പറയുന്നത് 2 × b എന്ന് പറയുന്നത് h/8π²IC. നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയാം, പൈയുടെ വാല്യൂ അറിയാം, ഐ കണ്ടുപിടിക്കണം, സിയുടെ വാല്യൂ നമുക്കറിയാം. ഞാൻ ഈ തന്നിരിക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ റെഡ്യൂസ്ഡ് മാസ് വെച്ച് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അല്ലാതെ കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ്ഡ് മാസ് ഞാൻ കണ്ടുപിടിച്ചു. നമുക്കറിയാം റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് M1 M2, നമുക്കറിയാം റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത് M1 × M2 / M1 + M2 ആണ് അല്ലേ? ഈ കേസിൽ കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? മാസ് ഓഫ് കാർബൺ ഇൻറ്റു M2 എന്ന് പറയുന്ന മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് കാർബൺ പ്ലസ് മാസ് ഓഫ് ഓക്സിജൻ. നമുക്കറിയാം കാർബണിൻ്റെ മാസ് 12, ഓക്സിജൻ്റെ 16. 12 × 60 ഡിവൈഡഡ് ബൈ 12 + 16. അത് നമുക്ക് ചെയ്യുമ്പം നമുക്ക് 6.847 അറ്റോമിക് മാസ് യൂണിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിതിനെ എന്ത് ചെയ്യണം? നമുക്കിതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. നമുക്കറിയാം ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1.67 × 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ റെഡ്യൂസ്ഡ് മാസായ 6.857 അറ്റോമിക് മാസ് യൂണിറ്റിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 1.67 × 10⁻⁻27 kg. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് മാസ് കിട്ടി. നമുക്ക് എന്താണ് വേണ്ടത്? ഇറ്റ്സ് ബോണ്ട് ലെങ്ത്. നമുക്ക് വേണ്ടത് ഇറ്റ്സ് ബോണ്ടിൽ എന്താണ് വേണ്ടത്? അതായത് നമുക്ക് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷനിലെ ഉള്ള μr² ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ദ ബോണ്ട് ലെങ്ത് ഓഫ് കാർബൺ മോണോക്സൈഡ് അല്ലേ? കാർബൺ മോണോക്സൈഡിൻ്റെ ഉള്ളിലെ ബോണ്ടിൽ ലെങ്താണ് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = μr² r എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് r ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2b = 2 × h/8π²IC നമ്മൾ എത്തിയല്ലേ? അപ്പോൾ 2b = 2 × h / 8π²IC. അപ്പോൾ നമുക്ക് 8π², നമുക്ക് h കോൺസ്റ്റൻറ്റ്, 8 കോൺസ്റ്റൻറ്റ്, π² കോൺസ്റ്റൻറ്റ്, c കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റ്സ് വാല്യൂ നമുക്ക് സെപ്പറേറ്റ് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് h/8π²c നമുക്ക് ചെയ്യുമ്പോൾ h = 6.626 × 10⁻⁻34 ഡിവൈഡ് ബൈ 8 × 3.14 സ്ക്വയർ ഇൻറ്റു c എന്ന് പറയുന്നത് 3 × 10 ആക്കി സെൻറ്റിമീറ്ററിലാക്കി. നമുക്ക് മീറ്ററിലാകുമ്പോഴാണ് നമുക്ക് സിയുടെ വാല്യൂ 10⁸8 വരുന്നത്. സെൻറ്റിമീറ്ററിലാണെങ്കിൽ സിയുടെ വാല്യൂ 3 × 10 വരും. കാരണം നമുക്കിവിടെ സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ ഈ ബോണ്ട് ലെങ്തിൻ്റെയും
സെപ്പറേഷനൊക്കെ നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. മീറ്ററിലാണെങ്കിലാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഫിസിക്കൽ 3 × 10⁻10 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റിമീറ്റർ ഉള്ള വാല്യൂ നമ്മളിവിടെ കൊടുത്തു. നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത് 2.8 × 10⁻46. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം h/8π² c എന്ന് പറയുന്നത് 2.8 × 10⁻46 പഠിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പമായി. എപ്പോഴും ഈ എച്ചിൻ്റെ ആ പൈയുടെ സിയുടെ വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 2b എന്ന് പറയുന്നത് 2 × h/8π² IC ആയിരുന്നു. അത് ഇപ്പോൾ 2 × ഓക്കെ നമ്മൾ h/8π² സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. 2 × 2.8 × 10⁻46 ഡിവൈഡ് ബൈ മിച്ചമുള്ള i. ഈ i ഇവിടെ വന്നു അല്ലേ. നമുക്ക് 2bയുടെ വാല്യൂ അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3.842 ഈസ് ഈക്വൽ ടു 2 × 2.8 എന്ന് പറയുന്നത് 5.6 × 10⁻46 ഡിവൈഡ് ബൈ i അല്ലേ. i എന്ന് പറയുന്നത് എന്താണ്? i എന്ന് പറയുന്നത് μr² ആണ് അല്ലേ. i എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ഇൻറ്റു r². നമ്മൾ റെഡ്യൂസ്ഡ് മാസ് നമ്മൾ കഴിഞ്ഞ പേജ് കണ്ടുപിടിച്ചു. എത്രയാണ്? 6.857 × 1.67 × 10⁻27. അത് റെഡ്യൂസ്ഡ് മാസിൻ്റെ സ്ഥാനത്ത് കൊടുത്തു ഇൻറ്റു r². i എന്ന് പറയുന്നതാണ് r². നമുക്ക് എന്താണ് വേണ്ടത്? ബോണ്ട് ലെങ്ത് ആണ്. നമുക്ക് r² ആണ് വേണ്ടത്. അപ്പോൾ r² ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി 3.84 ഇവിടെ വന്നു അല്ലേ. നമുക്ക് ഇനി സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? r² വാല്യൂ കിട്ടും. സോൾവ് ചെയ്യുമ്പം r² വാല്യൂ കിട്ടും. അപ്പം ഇത് r² ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? r. ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10⁻20യുടെ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 10⁻10 ആയി അല്ലേ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 1.128 ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 10⁻1.128 × 10⁻10 ആണ് നമുക്ക് കിട്ടിയല്ലേ. അതെന്ന് പറയുന്നത് 1.128 × 1.8 ആങ്സ്റ്റം. 10⁻10 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 ആങ്സ്റ്റം ആണ്. 1 ആങ്സ്റ്റം ഈസ് ഈക്വൽ ടു 10⁻10 meter. Therefore, we got 1.13 angstrom. 1.13 angstrom as the answer. ഓക്കെ, നമ്മളുടെ റൊട്ടേഷണൽ സ്പെക്ട്രമാണ് തന്നിരിക്കുന്നത്. റൊട്ടേഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഈക്വലി സ്പേസിലാണ്. അതിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 2b ആണ്. b എന്ന് പറയുന്നത് റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബോണ്ട് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഈ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യക്കകത്ത് വരുന്നതാണ്. അതായത് μr². ഈസ് ദ റെഡ്യൂസ്ഡ് മാസ്. നമുക്ക് റെഡ്യൂസ്ഡ് മാസ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്തപ്പം ആൻസർ കിട്ടുന്നില്ലായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളല്ലാതെ റെഡ്യൂസ്ഡ് മാസ് ഞാൻ കണ്ടുപിടിച്ചു. അതിൽ ഞാൻ അറ്റോമിക് മാസ് യൂണിറ്റിൽ ഞാൻ കിലോഗ്രാമിലേക്ക് മാറ്റി. ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് r² കിട്ടും. ടേക്കിംഗ് ദ സ്ക്വയർ റൂട്ട് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് r as that is the value of bond length. Okay. Next question. Selection rule for Seaman splitting. അപ്പോൾ എന്താണ് സീമൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം സീമൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻറ്റു 3 components by the application of magnetic field. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് 3 സ്പ്ലിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സീമൻ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ നോർമൽ സീമൻ സ്പ്ലിറ്റിംഗ്. വെറും സീമൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ഇറ്റ് ഈസ് നോർമൽ സീമൻ സ്പ്ലിറ്റിംഗ്. അപ്പം നമുക്കറിയാം, നമുക്ക് ഏതൊരു സ്പെക്ട്രവും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് വി വാണ്ട് സെലക്ഷൻ റൂൾ. സെലക്ഷൻ റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു സ്പെക്ട്രവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ സീമൻ സ്പ്ലിറ്റിങ്ങിൻ്റെ കേസിൽ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ എം എൽ ഈസ് ഈക്വൽ ടു 0 ± 1 ആണ്. ഇനി നോർമൽ സീമൻ എഫക്റ്റിൻ്റെ കേസിൽ അത് എക്സിബിറ്റ് ചെയ്യുന്നത് 0 സ്പിൻ ഉള്ള ആറ്റംസ് ആണ്. അനോമലസ് സീമൻ എഫക്റ്റ് ആകുമ്പോൾ അത് എക്സിബിറ്റ് ചെയ്യുന്നത് നോൺ സീറോ സ്പിന്നുള്ള ആറ്റംസ് ആണ്. ഇവിടെ നമുക്ക് നോർമൽ സീമൻ എഫക്റ്റ് ആണ്. അപ്പം ഇതൊരു പോയിന്റ്, അടുത്ത പോയിന്റാണിത്. നോർമൽ സീമൻ എഫക്റ്റ് എക്സിബിറ്റ് ബൈ ആറ്റംസ് ഹാവിങ് 0 സ്പിൻ അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ സെലക്ഷനുകൾ പറയാറ് ഡെൽറ്റ എം എൽ ഈസ് ഈക്വൽ ടു 0 ± 1. നമുക്കറിയാം ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം J എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം L പ്ലസ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം S ആണ്. ഇവിടെ എന്താണ്? സ്പിന്ന് 0 അല്ലേ? കാരണം സീമൻ സ്പ്ലിറ്റിങ് എക്സിബിറ്റ് ചെയ്യുന്ന ആരാണ്? ആറ്റംസ് ഹാവിങ് 0 സ്പിൻ. ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ജെ എന്താവും? J ഈസ് ഈക്വൽ ടു L + 0, ദാറ്റ് ഈസ് J ഈസ് ഈക്വൽ ടു L ആവും. അപ്പോൾ ഇവിടെ എല്ലും ജെയും കൊടുത്താലും കുഴപ്പമില്ലോ, കാരണം L ഈസ് ഈക്വൽ ടു J അല്ലേ. therefore ഡെൽറ്റ എം എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ജെ. അപ്പോൾ നമ്മൾ സെലക്ഷൻ റൂൾ എന്തായിട്ട് മാറി? ഡെൽറ്റ എം ജെ ഈസ് ഈക്വൽ ടു 0 ± 1. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദ സെലക്ഷൻ റൂൾ ഫോർ സീമൻ എഫക്റ്റ്. ഈ കേസിൽ ഡെൽറ്റ എം എൽ ഈസ് ഈക്വൽ ടു 0 ± 1 ആണല്ലേ. ഇവിടെ ഡെൽറ്റ എം എൽ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ദ ലൈൻ ഈസ് കോൾഡ് പൈ ലൈൻ. ആൻഡ് ഇഫ് ഡെൽറ്റ എം എൽ ഈസ് ഈക്വൽ ടു ± 1 ആണെങ്കിൽ ദ ലൈൻ ഈസ് കോൾഡ് സിഗ്മ ലൈൻ. ഓക്കെ, അപ്പം നോർമൽ സീമൻ എഫക്റ്റ് ആണ്. അത് എക്സിബിറ്റ് ചെയ്യുന്നത് ആറ്റംസ് ഹാവിങ് 0 സ്പിന്നാണ്. അതിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ എം ജെ ഈസ് ഈക്വൽ ടു 0 ± 1 ആണ്. അതിൽ 0 ആണെങ്കിൽ ദ ലൈൻ ഈസ് കോൾഡ് പൈ ലൈൻ. ദാറ്റ് ട്രാൻസിഷൻ ഈസ് കോൾഡ് പൈ ലൈൻ. ആൻഡ് ±1 ആണെങ്കിൽ ദാറ്റ് ട്രാൻസിഷൻ ഓർ ലൈൻ ഈസ് കോൾഡ് സിഗ്മ ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The doublets observed in alkali spectra are due to ആൽക്കലി മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ എലമെൻസിൻ്റെ സ്പെക്ട്രത്തിൽ ഡബിളറ്റ്സ് ഒബ്സർവ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? തീർച്ചയായും സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ മൂലമായിരിക്കും അല്ലേ. സ്പിൻ ഓർബിറ്റ്, അതായത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും എസും ഓർബിറ്റ് ആംഗുലാർ മൊമെൻറ്റം തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ കപ്ലിംഗ് മൂലമാണ് എന്ത്? ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റ് ചെയ്യുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഇൻട്രാക്ഷൻ ഓർ കപ്ലിംഗ് ഓഫ് L and S. L is the orbital angular momentum and S is the spin angular momentum, give rise to the fine structure splitting of spectral lines, and it gives a full account for the doublet structure of alkali spectra. ഈ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ മൂലമാണ് അവർ എന്ത് സംഭവിക്കുക? ഡബിളറ്റ്സ് ഉണ്ടാകാനുള്ള കാരണം ഈ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ മൂലമാണ് അല്ലേ. ഓക്കെ, അപ്പം ആൻസർ ഈസ് ദ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ, വിച്ച് ഈസ് ദ റീസൺ ഫോർ ദ ഡബിളറ്റ്സ് ഒബ്സർവ് ഇൻ ആൽക്കലി സ്പെക്ട്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ആൻ ആറ്റം in the state 2D 5/2, the Land G factor should be. നമുക്കറിയാം ലാൻഡ് ജി ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വിച്ച് ഈസ് 1 + J × J + 1 + S × S + 1 minus L × L + 1 divided by 2 × J × J + 1. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഇവിടെ J എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, എസ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, എൽ എന്ന് പറയുന്ന ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഗിവൺ ദ സ്പെക്ട്രൽ ടേം ആസ് 2D 5/2. നമ്മൾ സാധാരണ ഒരു സ്പെക്ട്രൽ ടേം എഴുതുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് 2S + 1 L
ജെ ആണ്. 2s + 1 Lj. ഹിയർ 2s + 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഹിയർ 2s + 1 ഈസ് 2, വിച്ച് ഈസ് ദ സ്പിൻ മൾട്ടിപ്ലിസിറ്റി. ഇവിടെ 2s + 1 എന്ന് പറയുന്നത് 2 ആണ്. therefore 2s എന്ന് പറയുന്നത് 2 - 1 1 ആകും. s എന്ന് പറയുന്നത് 1/2 ആവും. അപ്പോൾ നമുക്ക് സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി എൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. എല്ലിൻ്റെ ഓരോ വാല്യൂസ് ഉണ്ട്. എൽ 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റ് ആയിരിക്കും. എൽ 1 ആണെങ്കിൽ അത് പി ഓർബിറ്റ് ആയിരിക്കും. 2 ആണെങ്കിൽ ഡി ആയിരിക്കും. 3 ആണെങ്കിൽ എഫ് ഓർബിറ്റ് ആയിരിക്കും. 4 ആണെങ്കിൽ ജി ഓർബിറ്റ് ആയിരിക്കും. ഇവിടെ എൽ എന്താണ്? ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഡി ആണ്. ഈ ഗിവൺ സ്പെക്ട്രൽ ടൈമിൽ എല്ലിൻ്റെ അവിടെ ഡി ആണ്. ഇപ്പോൾ ഡി ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൽ? ഡി ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2 അല്ലേ? ഡി ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ വാല്യൂ 2 എന്നും കിട്ടി. എസ് 1/2 കിട്ടി, എൽ 2 എന്നും കിട്ടി. ഇനി ജെ, ഇത് ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ഇവിടെ എത്രയാണ്? 5/2 അല്ലേ? കമ്പയർ ചെയ്ത് നോക്ക്. 5/2. ഓക്കെ, 5/2. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊടുക്കാം. ലാൻഡേജി ഫാക്ടർ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1 + j × j + 1 + s × s + 1 - l × l + 1 / 2 × j × j + 1. ഈ ജെയുടെ വാല്യൂ 5/2, എസിൻ്റെ വാല്യൂ 1/2, എല്ലിൻ്റെ വാല്യൂ 2. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഈ 1.20 ആയിരിക്കും, വിച്ച് ഈസ് ദ വാല്യൂ ഫോർ ലാൻഡേജി ഫാക്ടർ ഫോർ ദിസ് സ്പെക്ട്രൽ ടൈം. ഓക്കെ, അപ്പം ഈ സ്പെക്ട്രൽ ടൈം എഴുതുന്ന കോമൺ ജനറൽ പാറ്റേൺ ഓർത്തിരിക്കുക. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്താണ് നമ്മൾ എസിൻ്റെയും എല്ലിൻ്റെയും ജനറൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. എസും എല്ലും ജിയും വരെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ലാൻഡേജി ഫാക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ ഹാസ് ന്യൂക്ലിയർ സ്പിൻ ഓഫ് 5/2. അപ്പം സ്പിൻ എന്ന് പറയുന്നത് 5/2. ദെൻ NMR, nuclear magnetic resonance of oxygen, gives dash number of lines. അല്ലേ? നമുക്കറിയാം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2s + 1. ദെൻ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് 5/2. ദെൻ 2 × 5/2 + 1, ദാറ്റ് ഈസ് 2 × 1 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 5 + 1 വിച്ച് ഈസ് 6 നമ്പർ ഓഫ് NMR, ഓക്സിജന് 6 നമ്പർ ഓഫ് NMR ലൈൻസ് ഉണ്ടായിരിക്കും. ഈ ന്യൂക്ലിയർ സ്പിൻ 5/2 വെച്ച് ദ NMR ഓക്സിജൻ ഗീവ്സ് 6 ലൈൻസ്. ഓക്കെ, അതായത് സ്പിൻ തന്നേക്കുന്നു. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി നമുക്കറിയാം, 2s + 1 അറിയാം. അല്ലെങ്കിൽ ലൈൻസിൻ്റെ എണ്ണം കാണിക്കാൻ വേണ്ടി 2s + 1 അറിയാം. 2s + 1 എസിൻ്റെ വാല്യൂ 5/2 കൊടുത്തു. നമുക്ക് ആൻസർ 6 എന്ന് കിട്ടി. ഓക്കെ, next, pure vibrational spectrum of diatomic molecule is obtained. 1. നമുക്കറിയാം വൈബ്രേഷണൽ സ്പെക്ട്രം എന്ന് പറയുന്നത് ശരിക്കും IR സ്പെക്ട്രമാണ്. റൊട്ടേഷണൽ സ്പെക്ട്രം എന്ന് പറയുന്നത് മൈക്രോവേവ്. റൊട്ടേഷണൽ സ്പെക്ട്രം എന്ന് പറയുന്നത് മൈക്രോവേവ് സ്പെക്ട്രം പോലെ വൈബ്രേഷണൽ സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ IR സ്പെക്ട്രം ആണ്. അപ്പം ഒരു മോളിക്യൂള് വൈബ്രേഷണൽ സ്പെക്ട്രം കാണിക്കണമെങ്കിൽ ആ മോളിക്യൂൾ എന്തായിരിക്കണം? മോളിക്യൂൾ IR ആക്റ്റീവ് ആയിരിക്കണം. ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആകണമെങ്കിൽ ആ മോളിക്യൂൾ എന്ത് ചെയ്യായിരിക്കണം? ഒരു പെർമനൻറ്റ്
ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായേ പറ്റൂ. ഇനി മോളിക്യൂൾ മൈക്രോവേവ് ആക്റ്റീവ് ആകണമെങ്കിലോ അല്ലെങ്കിൽ റൊട്ടേഷൻ സ്പെക്ട്രം കാണിക്കണമായിരുന്നെങ്കിൽ ആ മോളിക്യൂൾ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് വേണമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് വെച്ചിരിക്കുന്നത് പ്യുവർ വൈബ്രേഷൻ സ്പെക്ട്രമാണ്. വൈബ്രേഷൻ സ്പെക്ട്രം കാണിക്കണമെങ്കിൽ മോളിക്യൂൾ IR ആക്റ്റീവ് ആകണം. ഒരു മോളിക്യൂൾ IR ആക്റ്റീവ് ആകണമെങ്കിൽ ആ മോളിക്യൂൾ ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ മോളിക്യൂളിൻ്റെ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിക്കായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റിനെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും വൈബ്രേഷന് കാരണമാകുകയും ചെയ്യുകയുള്ളൂ. അപ്പം ഈ ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾസ് മാത്രമേ IR ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. IR ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് മാത്രമേ വൈബ്രേഷൻ സ്പെക്ട്രം കാണിക്കുകയുള്ളൂ. സോ ആൻസർ ഫോർ പ്യുവർ വൈബ്രേഷൻ സ്പെക്ട്രം ഓഫ് എ ഡയറ്ററി മോളിക്യൂൾ is obtained when it has a permanent dipole moment. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? B is the answer. B is the answer. B is the answer. Okay. Then 11th question. The continuous X-ray spectrum is the result of. The continuous X-ray spectrum is the result of. Okay, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ ഫോട്ടോ വന്ന് ഒരു മെറ്റൽ അല്ലെങ്കിൽ ആറ്റത്തിൽ മെറ്റീരിയൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഫോട്ടോ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനകത്ത് എമിറ്റ് ചെയ്യുന്നു അല്ലേ? ഇവിടെ എക്സ്റേ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ. ഇനി കോംപ്ടൺ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ടൺ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫോട്ടോൺ ആൻഡ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലേ? ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫോട്ടോൺ ആൻഡ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഇലക്ട്രോൺ. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ കോംപ്ടൺ എഫക്റ്റിൽ കണ്ടത്. ഇനി എന്താണ് ഇൻവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഇൻവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് പ്രകാരമാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സ് വഴിയാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫോട്ടോ ഇലക്ട്രിക് ആയിട്ട് നമുക്കറിയാം അല്ലേ? ഫോട്ടോ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു, ഇലക്ട്രോണ് എമിറ്റ് ചെയ്യുന്നു. ഇൻവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺ വന്ന് ഹൈ എനർജി ഇലക്ട്രോൺ വന്ന് ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ മോളിക്യൂൾ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? അതൊരു ഫോട്ടോണെ എമിറ്റ് ചെയ്യുന്നു. നേരെ തിരിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആകുമ്പോഴത്തേനും ഫോട്ടോ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു. ഇൻവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആകുമ്പോഴത്തേനും ഇലക്ട്രോൺ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പ്രോസസ്സ് വഴിയാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സാധാരണ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റത്തിലേക്ക് ഒരു ഹൈ എനർജി ഇലക്ട്രോൺ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇന്നർ മോസ്റ്റ് ഷെല്ലിലേക്ക് വന്ന് അവിടെയുള്ള ഒരു ഇലക്ട്രോണിനെ അത് ഡിസ്പ്ലേസ് ചെയ്യും. അങ്ങനെ പോകുന്ന ഇലക്ട്രോണാണ് ഈ ഓഗർ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്കാണ് വന്നത്, ആ ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ളൊരു ഫോട്ടോണിനെ അത് എമിറ്റ് ചെയ്യും. ആ ഫോട്ടോണാണ് എന്ത്? എക്സ്റേ എന്ന് പറയുന്നത്. അപ്പം ഇൻവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മൂലമാണ് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്റേ സ്പെക്ട്രം കിട്ടുന്നത്. ഓക്കെ, ആ പ്രോസസ്സിൽ തന്നെ ഈ എക്സ്റേക്കൊപ്പം പോകുന്ന ഇലക്ട്രോൺസ് അതാണ് ഓഗർ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. പക്ഷേ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th one. The pure rotational levels of a molecule in the far infrared region follows the formula E is equal to B into J into J plus 1, where E is the energy of rotational level with quantum number J and B is the rotational constant
Then what is the question? The lowest rotational energy gap in rotational Raman spectrum is. Okay. ഓക്കെ, അപ്പോൾ ഇവിടെ ദ ഇ ഈസ് ഗിവൺ അല്ലേ. ഇ എന്ന് പറയുന്നത് എന്താണ്? ബി ഇൻറ്റു ജെ പ്ലസ് വൺ. ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. ആൻഡ് ജെ എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, ക്വാണ്ടം നമ്പർ. What is the question? The lowest rotational energy gap. The lowest rotational energy gap in Raman spectrum. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഏതൊരു സ്പെക്ട്രവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വി വാണ്ട് സെലക്ഷൻ റൂൾ ഫോർ Raman spectrum. The selection rule for Raman spectrum is delta J is equal to 0 plus or minus 2 ആണ്. നമുക്ക് സാധാരണഗതിയിൽ ഏതൊരു സ്പെക്ട്രത്തിൻ്റെയും സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 1 ആണ്. ബട്ട് ഫോർ Raman spectra, which is the important spectra, the delta J is equal to 0 plus or minus 2. ആ 2 എന്ന് പറയുന്ന ഇതിൽ ഡെൽറ്റ ജെ 0 ആണെങ്കിൽ ഇറ്റ് ഇസ് കറസ്പോണ്ട് ടു റാലെ സ്കാറ്ററിംഗ് ട്രാൻസിഷൻ. ആൻഡ് പ്ലസ് 2 ആണെങ്കിൽ സ്റ്റോക്ക് സ്കാറ്ററിംഗ്, അതായത് അബ്സോർപ്ഷൻ ആയിരിക്കും. നമ്മുടെ Raman സ്കാറ്ററിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. വിച്ച് ഈസ് ആൻ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് അല്ലേ. ദെൻ മൈനസ് 2 ആണെങ്കിൽ ആൻറ്റി സ്റ്റോക്ക് സ്കാറ്ററിംഗ് ആയിരിക്കും, അതായത് എമിഷൻ ആയിരിക്കും. അതായത് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻസിഡൻ്റ് ചെയ്യുന്ന ഫോട്ടോനേക്കാളും എനർജി കുറവായിരിക്കും. ഓക്കെ, അതാണ് ആൻറ്റി സ്റ്റോക്ക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കിട്ടി, ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് വൺ. ബി എന്ന് പറയുന്ന റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. നമുക്ക് വേണ്ടത് ലോവസ്റ്റ് റൊട്ടേഷൻ എനർജി ഗ്യാപ്പാണ് വേണ്ടതല്ലേ. അതായത് തൊട്ടടുത്തുള്ള രണ്ട് ലെവൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ്. അപ്പം നമുക്ക് ഫസ്റ്റ് ലെവൽ നമ്മൾ ജെ എന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെവൽ എത്രയായിരിക്കും? ജെ പ്ലസ് 2 ആയിരിക്കും അല്ലേ. കാരണം സെലക്ഷൻ റൂൾ പ്രകാരം 0 പ്ലസ് ഓർ മൈനസ് 2. അപ്പം ഫസ്റ്റ് ലെവൽ ജെ ആണെങ്കിൽ അടുത്ത ജെ പ്ലസ് 2 അല്ലെങ്കിൽ ജെ മൈനസ് 2 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ജെയും ജെ പ്ലസ് 2 എടുക്കാം. ഇത് വെച്ച് നമുക്ക് എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഇവിടെ അതായത് ഇ അറ്റ് ജെ പ്ലസ് 2 മൈനസ് ഇ അറ്റ് ജെ, ദിസ് ഈസ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ജെ പ്ലസ് 2 ആൻഡ് ജെ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് നമുക്ക് ജെ പ്ലസ് 2 നമുക്ക് ഈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ജെ പ്ലസ് 1 അവിടെ ജെക്ക് വരെ എന്ത് കൊടുക്കാം? ജെ പ്ലസ് 2 കൂടെ കൊടുക്കണം. കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ജെ പ്ലസ് 2 അല്ലേ. അപ്പോൾ ജെ മാറി എന്തായി? ജെ പ്ലസ് 2 ആയി. അപ്പോൾ ജെയുടെ അവിടെ എല്ലാം ജെ പ്ലസ് 2 കൊടുക്കുക. അത് ബി ഇൻറ്റു ജെ പകരം ജെ പ്ലസ് 2 ഇൻറ്റു ജെക്ക് പകരം ജെ പ്ലസ് 2 പ്ലസ് 1 മൈനസ് പിന്നെ ഇ ജെ എന്ന് പറയുന്നത് ഇത് തന്നെ അല്ലേ, ബി ഇൻറ്റു ജെ പ്ലസ് 1. ഇത് രണ്ടിടത്തും ബി കോമൺ ഉണ്ട്. അതായത് ബി ഇൻറ്റു ജെ പ്ലസ് 2 ഇൻറ്റു ജെ പ്ലസ് 2 പ്ലസ് 1, അതായത് ജെ പ്ലസ് 3 ആയി. ജെ പ്ലസ് 3 മൈനസ് ഈ ജെ ഇൻറ്റു ജെ പ്ലസ് 1 തന്നെ. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ജെ ഇൻറ്റു ജെ സ്ക്വയർ, ജെ ഇൻറ്റു 3 2 ഇൻറ്റു ജെ 2 ഇൻറ്റു 3 6 മൈനസ് ജെ ഇൻറ്റു ജെ സ്ക്വയർ പ്ലസ് ജെ ഇൻറ്റു 1 ജെ. ഓക്കെ, ഇനി എന്താണ്? ജെ സ്ക്വയറും കൂടെ, അതായത് അപ്പം ഇങ്ങനെ വരും. ബി ഇൻറ്റു ജെ സ്ക്വയർ പ്ലസ് 3j പ്ലസ് 2j 5j പ്ലസ് 6 മൈനസ് ജെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ജെ അല്ലേ. ജെ സ്ക്വയറും കൂടെ ക്യാൻസലായി പോയി. 5jയിൽ നിന്നും ഒരു ജെ പോയാൽ 4j പ്ലസ് 6. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ബി ഇൻറ്റു 4j പ്ലസ് 6 എന്ന് കിട്ടി. ഇതാണ് Raman സ്പെക്ട്രയുടെ എനർജി ഗ്യാപ്പിൻ്റെ ജനറൽ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ പഠിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഏത് ലെവൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും, സിംപ്ലി പുട്ടിങ് ദ വാല്യൂ ഓഫ് ജെ. അപ്പം ഇവിടെ ലോവസ്റ്റ്, ഈ ജെ എന്ന് പറയുന്നത് ലോവസ്റ്റ് ജെ വാല്യൂ ആണ് അല്ലേ.
ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലോവസ്റ്റ് റൊട്ടേഷൻ എനർജി ഗ്യാപ്പ്, അതായത് 0യും 2യും തമ്മിലുള്ള ഗ്യാപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം പുട്ട് ജെ എസ് 0 ബിക്കോസ് ജെ ഈസ് ദ ലോവസ്റ്റ് ജെ വാല്യൂ. ജെയ്ക്ക് 0 കൊടുക്കുക, അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 4j പ്ലസ് 6, അതായത് ബി ഇൻറ്റു 4 ഇൻറ്റു ജെ എന്ന് പറയുന്നത് 0, 0 പ്ലസ് 6, ദാറ്റ് ഈസ് 6b. 6b is the right answer. 6b is the right answer. ഈ നമുക്ക് ഈ എക്സ്പ്രഷൻ അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഈ എന്ന് പറയുന്നത് ബി ഇൻറ്റു ജെ പ്ലസ് 1 തന്നിട്ടുണ്ടല്ലേ. ഈ സി ഇൻറ്റു ബി ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ, നമുക്ക് വേണ്ടത് ലോവസ്റ്റ് എനർജി ലെവൽ ഈസ് ബിറ്റ്വീൻ ജെ ഈസ് ഈക്വൽ 0 ആൻഡ് ജെ ഈസ് ഈക്വൽ 2 കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യം എന്താണ്? ഫോർ ജെ ഈസ് ഈക്വൽ 2, this equation is E is equal to B into 2 into 2 plus 1, that is 2B into 3, that is 6B. Okay, for lowest level J is equal to 0, this E is B into 0 വരുമല്ലോ. അപ്പോൾ തന്നെ 0 ആയിപ്പോയി. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്? 6B മൈനസ് 0, 6B. ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ എക്സ്പ്രഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ജെയുടെ വാല്യൂ ജസ്റ്റ് കൊടുത്താൽ മതി, അതല്ലേ ലോവസ്റ്റ് ജെയുടെ വാല്യൂ കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു വാല്യൂ നമുക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഇതറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് സിംപ്ലി പുട്ടിങ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ജെ, വി വിൽ ഗെറ്റ് ദ എനർജി ഗ്യാപ്പ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ മൈക്രോവേവ് സ്പെക്ട്രം ഓഫ് റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ, separation between the spectral lines is recorded to be 0.7143 centimeter raised to minus 1. Moment of inertia of the molecule. എന്താണ് നമ്മൾ പറഞ്ഞ മൈക്രോവേവ് സ്പെക്ട്രം അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു മൈക്രോവേവ് സ്പെക്ട്രം എന്ന് പറയുന്നത് തന്നെയാണ് റൊട്ടേഷണൽ സ്പെക്ട്രം തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് കണ്ടത്? വിച്ച് റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് ഈക്വലി സ്പേസ്ഡ് ആണ് അല്ലേ? 2B സ്പേസിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2B സ്പേസിങ്, അതായത് 2B 4B തമ്മിൽ 2B, 4B 6B തമ്മിൽ 2B, 6B 8B തമ്മിൽ 2B. ആ 2B സ്പേസിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെപ്പറേഷൻ ബിറ്റ്വീൻ ലൈൻസ് ഈസ് ഈക്വൽ ടു 2B. എന്താ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്പെക്ട്രൽ ലൈൻസ് ഈസ് റെക്കോർഡ് ടു ബി. അതെന്താണ്? 2B അല്ലേ? സോ 2B ഈസ് ഗിവൺ. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്പെക്ട്രൽ ലൈൻസ്, ദാറ്റ് ഈസ് 2B ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 0.7143 centimeter. Then what is the moment of inertia of the molecule? 2B അറിയാം, B എന്ന് പറയുന്ന റൊട്ടേഷൻ കോൺസ്റ്റന്റ് വാല്യൂ അറിയാം, h/8π² IC. അത് നമുക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു h/8π² വാല്യൂ നമുക്ക് 2.8 × 10⁻⁻46 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിൻ്റെയും പൈയുടെയും സിയുടെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ സി എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തിലും കൊടുത്ത് സെൻറ്റിമീറ്റർ ബൈ സെക്കൻഡിനാണ് സിയുടെ വാല്യൂ കൊടുത്തത്, വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പം ബി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ, അതായത് h/8π² സിയുടെ വാല്യൂ 2.8 × 10⁻⁻46 ഡിവൈഡ് ബൈ ദ റിമൈനിങ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വാല്യൂ I. ഓക്കെ, അപ്പോൾ 2B ആണ് 0.7143, B is equal to 0.7143/2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? B is equal to 0.7143/2 is equal to 2.8 × 10⁻⁻46 divided by I. Therefore I is equal to rearrange ചെയ്യുക അല്ലേ? 2 × 2.8 × 10⁻⁻46 divided by 0.7143 ഇത് ചെയ്യുക. 5.6/0.7 വരും അല്ലേ? 5.6/0.7. അപ്പോൾ ഓപ്ഷനിൽ ഏതാ മാച്ചിങ് നോക്ക്. പവർ എന്തായാലും 10⁻⁻46 നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ തന്നെ ആൻസർ ആയല്ലേ? 10⁻⁻46 പവർ വന്നപ്പോൾ അപ്പോൾ തന്നെ ആൻസർ നമുക്കായി. ഓക്കെ, അപ്പം 5.6 ഡിവൈഡ് ബൈ 0.7143 ചെയ്യുമ്പം 7.8 ആയിരിക്കും കിട്ടുക. അപ്പം ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഡി. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൈക്രോവേവ് സ്പെക്ട്രം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റൊട്ടേഷണൽ സ്പെക്ട്രം തന്നെയാണ്. അതെന്ന് പറയുന്നത് ഈക്വലി സ്പേസ്ഡാണ്. അതിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 2B ആണ്. ഇത്ര കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40. ദാറ്റ് ഈസ് എനർജി ലെവൽ ബിറ്റ്വീൻ consecutive levels J and J+1 of a fine structure multiplet is proportional to J+1 to the
larger of the 2j value. This rule is called, അതായത് രണ്ട് ലെവൽസ് ഒരെണ്ണം j+1 ഒന്ന് ജെയും ആണെങ്കിൽ ഈ ലെവൽസ് തമ്മിലുള്ള എനർജി ലെവൽ, ഈ ലെവൽസ് തമ്മിലുള്ള എനർജിക്ക്, അതായത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ ഓഫ് ജെയുടെ, അതായത് ഇവിടെ j+1 വാല്യൂവിന് പ്രപ്പോർഷണലായിരിക്കും. ഇത് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂളാണ്. ഈ റൂൾ എന്ന് പറയുന്നത് ലാൻഡേസ് ഇൻ്റർവെൽ റൂളാണ്. രണ്ട് ഇൻ്റർവെൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് അതിലെ ഹയസ്റ്റ് ജെ വാല്യൂവിന് പ്രപ്പോർഷണലായിരിക്കും. വിച്ച് ഈസ് ദ ലാൻഡേ interval rule. Okay, next question. A nucleus rupture into two daughter nuclei. If the ratio of their velocities is 2:1, then the ratio of nuclear radii of resulting nucleus will be. Okay, for ratio of two nuclei തന്നിട്ടുണ്ട്, velocity തന്നിട്ടുണ്ട് 2:1. Then we have to find the ratio of nuclear radii. Okay. According to law of conservation of momentum is, നമുക്കറിയാം momentum എന്ന് പറയുന്നത് എന്താണ്? Mass into velocity. Momentum is equal to mass into velocity, that is mv. So according to law of conservation of momentum, mv is equal to constant. അതായത് റപ്ചർ ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും തമ്മിലുള്ള മൊമെൻറ്റം കൺസർവേഷൻ മൊമെൻറ്റം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m1v1 is equal to n2v2 നമുക്ക് കിട്ടി. According to conservation of momentum. Therefore, ഇതിൽ v1/v2 എടുത്തേ, v1/v2 is equal to m2/m1 വരുമല്ലേ. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഡെൻസിറ്റി is equal to mass by volume. Therefore, mass is equal to density into volume. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ന്യൂക്ലിയർ റേഡിയസ് നമുക്ക് റിലേഷനെ കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് നമ്മൾ മാസിനെ വോളിയത്തിൻ്റെ ടൈമിൽ എഴുതി. കാരണം വോളിയത്തിനകത്ത് എന്തായാലും റേഡിയസ് ടൈം വരുമല്ലോ. കാരണം നമ്മൾ ന്യൂക്ലിയസ് സാറിന്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് നമ്മൾ സാറ് കാണിച്ചിരുന്നത് എങ്ങനെയാണ് കാണിച്ചതായിട്ട് സ്പെറിക്കൽ ഷേപ്പ്. ആ സ്പെറിക്കൽ ഷേപ്പിന് വോളിയത്തിന് എന്തെങ്കിലും റേഡിയസ് വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ മാസിന് നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയത്തിൻ്റെ ടൈമിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ m2/m1 എന്ന് പറയുന്നത് രണ്ടാമത്തെ റപ്ചർ ചെയ്ത രണ്ടാമത്തെ ഡോട്ടർ ന്യൂക്ലിയറിൻ്റെ വോളിയം ഡിവൈഡ് ബൈ ഫസ്റ്റ് ഡോട്ടർ ന്യൂക്ലിയത്തിൻ്റെ വോളിയം. ദാറ്റ് ഈസ് 4/3 ഇൻറ്റു πr2. സെക്കൻഡ് ആയതുകൊണ്ട് πr2 ക്യൂബ്. 4/3 πr3 വന്നത് എന്തുകൊണ്ടാണ്? സ്പെറിക്കൽ ഷേപ്പായ ന്യൂക്ലിയസ് ആയതുകൊണ്ടാണ് 4/3 πr3 വന്നത്. ഇൻറ്റു ഡെൻസിറ്റി ഡിവൈഡ് ബൈ 4/3 πr1 ഫസ്റ്റ് ഡോട്ടർ ന്യൂക്ലിയർ ക്യൂബ് ഇൻറ്റു റോ. റോയും ക്യാൻസൽ ആയി പോയി. 4/3 ക്യാൻസൽ ആയി പോയി. റിമൈനിങ് ഈസ് r2 ക്യൂബ് ഡിവൈഡ് ബൈ r1 ക്യൂബ്. അതായത് നമുക്ക് v1/v2 എന്ന് പറയുന്നത് കിട്ടി. ലാസ്റ്റ് എന്ത് കിട്ടി? r2 ക്യൂബ് ഡിവൈഡ് ബൈ r1 ക്യൂബ് കിട്ടി. v1 എത്രയാണ്? 2 അല്ലേ. 2:2. അപ്പോൾ നമ്മൾ റേഷ്യോ 2:1 ആണല്ലേ. v1 is to v2 എന്നായിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. v1 is to v2 എന്ന് പറയുന്നത് 2:1 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Therefore v1/v2 is equal എന്താണ്? 2/1. അതെന്ന് പറയുന്നത് എന്താണ്? r2 ക്യൂബ് ഡിവൈഡ് ബൈ r1 ക്യൂബ്. ഇപ്പോൾ റേഷ്യോ ആയിട്ട് എഴുതിക്കുക. r1 ക്യൂബ് ഡിവൈഡ് ബൈ r1 ക്യൂബ് ഡിവൈഡ് ബൈ r2 ക്യൂബ് ഈസ് ഈക്വൽ ടു 1:2. r1 ക്യൂബ് ഡിവൈഡ് ബൈ r2 ക്യൂബ് ഈസ് r1 ക്യൂബ് ഈസ് ടു r2 ക്യൂബ് ഈസ് ഈക്വൽ ടു 1:2. therefore r1 ഈസ് ടു r2 എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യൂബ് റൂട്ട് അല്ലേ. അതായത് 1/1/3 2/1/3. 1:1/2 എന്ന് പറയുന്നത് 1 തന്നെ. ഈസ് ടു 2/1/3. This is the ratio of the radius of the resulting nuclei. Okay. Therefore option is C. Option C is the correct answer. Okay. Next question. A neutron of mass m moving at a speed undergoes
a head-on collision with an atomic nuclei of mass m which is at rest, then the fraction of decrease in kinetic energy of neutron is, okay, the neutron of mass m moving at a speed undergoes a head-on collision with an atomic nuclei of mass capital M which is at rest, then the fraction of decrease in kinetic energy of neutron is. സോ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ന്യൂട്രോൺ മൂവ് ചെയ്യുവാണ് അല്ലേ, നമുക്കത് യു എന്ന് എടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ന്യൂക്ലിയസ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് ആണ്, അപ്പം വെലോസിറ്റി 0. അതായത് ഒരു ന്യൂട്രോണ് വിത്ത് വെലോസിറ്റി യു റെസ്റ്റിലിരിക്കുന്ന ക്യാപിറ്റൽ എം മാസുള്ള ന്യൂക്ലിയസിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊളീഷൻ ചെയ്ത് കഴിഞ്ഞ് ഹെഡ് ഓൺ കൊളീഷൻ കഴിഞ്ഞ് ഫൈനൽ വെലോസിറ്റി ഓഫ് ന്യൂട്രോൺ ബി v1 ആൻഡ് ഫൈനൽ വെലോസിറ്റി ഓഫ് ന്യൂക്ലിയസ് v2. അതായത് ന്യൂട്രോൺ വന്ന് ന്യൂക്ലിയസ് തട്ടുന്നു, പിന്നെ ന്യൂക്ലിയർ ഡയറക്ഷൻ പിന്നെ എങ്ങോട്ട് ചേഞ്ച് ചെയ്യും, കാരണം മാസ് കൂടുതലല്ലേ ഇതിനല്ലേ, ഇത് തിരിച്ച് ഈ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകാൻ നോക്കും അല്ലേ. v1 ഇങ്ങോട്ടും ന്യൂക്ലിയസ് v2 ഇങ്ങോട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് രണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടീഷൻ ഉണ്ട്. സോ വി ക്യാൻ അപ്ലൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അതായത് ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും സെയിം ആയിരിക്കണം അല്ലേ. ഇനീഷ്യൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രോൺ മാസ് ഇൻറ്റു ന്യൂട്രോൺ വെലോസിറ്റി പ്ലസ് ന്യൂക്ലിയസ് മാസ് ഇൻറ്റു ന്യൂക്ലിയസിൻ്റെ വെലോസിറ്റി. ഇനീഷ്യലി ന്യൂക്ലിയസ് റെസ്റ്റിലായതുകൊണ്ട് അതിന് മൊമെൻറ്റം ഇല്ല. ഇപ്പം ന്യൂട്രോണിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് എം ഇൻറ്റു യു, ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. ന്യൂട്രോണിൻ്റെ കേസ് ആകുമ്പോൾ സ്മോൾ എം ഇൻറ്റു മൈനസ് v1 വരെയല്ല, കാരണം നെഗറ്റീവ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ മൈനസ് എം v1 പ്ലസ് ന്യൂക്ലിയസിൻ്റെ കേസിൽ ക്യാപിറ്റൽ എം ഇൻറ്റു v2. ഓക്കെ, ഇനി ഇത് ഹെഡ് ഓഫ് കൊളീഷൻ ആയതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റിയിൽ വരുന്ന ന്യൂട്രോണിൻ്റെ വെലോസിറ്റി ആയിരിക്കും കൊളീഷന് വേണ്ടി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് ഈ വെലോസിറ്റി ആയിരിക്കും പിന്നീട് ന്യൂട്രോൺ തിരിച്ചു പോകുന്ന വെലോസിറ്റിയും ന്യൂക്ലിയസ് ആ ഡയറക്ഷനിൽ പോകുന്ന വെലോസിറ്റിയുടെ സം എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയുടെ സം എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയുടെ സം എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു v1 പ്ലസ് v2. ദെർഫോർ v1 ഈസ് ഈക്വൽ ടു u മൈനസ് v2 അല്ലേ. v1 ഈസ് ഈക്വൽ ടു u മൈനസ് v2. Therefore, equation 1 becomes, ഇവിടെ v1 അവിടെ ഈ വാല്യൂ കൊടുക്കുക. ഓക്കെ, mu is equal to മൈനസ് എം ഇൻറ്റു v1 പകരം u മൈനസ് v2 പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു v2. Therefore, mu is equal to, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൈനസ് എം വ്യൂ മൈനസ് മൈനസ് പ്ലസ് എം v2 പ്ലസ് ക്യാപിറ്റൽ എം v2. എം വ്യൂ ഇപ്പോഴത്തേക്ക് കൊണ്ടുവരിക, 2mu ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് v2 കോമൺ അല്ലേ, v2 കോമൺ. ദെർഫോർ m1 പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു v2. ദെർഫോർ v2 ഈസ് ഈക്വൽ ടു 2mu ഡിവൈഡ് ബൈ സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം. നമുക്കറിയാം v1 എന്ന് പറയുന്നത് u മൈനസ് v2 ആണ്. v2 കിട്ടി അല്ലേ, u മൈനസ് v2 എടുക്കുക, 2mu ഡിവൈഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് u ഇൻറ്റു സ്മോൾ എം പ്ലസ് ക്യാപിറ്റൽ എം മൈനസ് 2mu ഡിവൈഡ് ബൈ എം പ്ലസ് എം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, um പ്ലസ് u ക്യാപിറ്റൽ എം മൈനസ് 2mu ഡിവൈഡ് ബൈ എം പ്ലസ് എം. um നിന്ന് മൈനസ് 2mu പോയ മൈനസ് um അല്ലേ, അത് u ക്യാപിറ്റൽ എം മൈനസ് um ഡിവൈഡ് ബൈ എം പ്ലസ് എം. ഇവിടെ എന്താണ് കോമൺ, u കോമൺ. ദെർഫോർ എം മൈനസ് സ്മോൾ എം ഇൻറ്റു u ഡിവൈഡ് ബൈ എം പ്ലസ് എം ഈസ് ദ വാല്യൂ ഓഫ് v1 അല്ലേ. നമുക്ക് v1 കിട്ടി. സോ നമുക്ക് എന്താണ് വേണ്ടത്, v1 ദ ഫ്രാക്ഷൻ ഓഫ് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. അപ്പം ഇനീഷ്യൽ എത്ര ഉണ്ടായിരുന്ന ന്യൂട്രോൺ വെലോസിറ്റി കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ അല്ലേ. വി എന്ന് പറയുന്ന വെലോസിറ്റി,
ഹാഫ് ഇൻറ്റു ന്യൂട്ടൻ്റെ മാസ് എം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമ്മളെടുത്ത് യു എന്നാണ് അല്ലേ. അപ്പോൾ ഹാഫ് എം യു സ്ക്വയർ. ഇനി വാട്ട് ഈസ് ദ ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ? അതായത് ഹാഫ് എം വി വൺ അല്ലേ. ദ ഫൈനൽ വെലോസിറ്റി ഓഫ് ന്യൂട്രോൺ ഈസ് വി വൺ. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് യു. ദ മാസ് ഈസ് സെയിം എം. എഫ് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി വൺ സ്ക്വയർ. നമുക്ക് വി വണ്ണിൻ്റെ വാല്യൂ കിട്ടി, എത്രയാണ് കിട്ടിയത്? എം മൈനസ് എം ഇൻറ്റു യു ഡിവൈഡ് ബൈ എം പ്ലസ് എം. അതവിടെ കൊടുക്കുക. അത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനകത്ത് വിയുടെ അവിടെ കൊടുക്കുക. ഓക്കെ. ഇനി ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഇവിടെ ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് എം യു സ്ക്വയർ, ഹാഫ് എം യു സ്ക്വയർ എന്താണ്? കോമൺ ആണ്. അത് കോമൺ ആക്കി എടുത്തു. ഹാഫ് എം യു സ്ക്വയർ കോമൺ ആക്കി എടുത്താൽ ബ്രാക്കറ്റിൽ 1 മൈനസ്, പിന്നെ ഇവിടെ മിച്ചമുള്ള ടൈം ഇത് എം മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ എം പ്ലസ് 1 സ്ക്വയർ. ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? എ പ്ലസ് ടി ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുക. ദെൻ സിംപ്ലിഫൈ ചെയ്യുക. എം സ്ക്വയർ ക്യാൻസലായി പോവും. ഈ എം സ്ക്വയർ ക്യാൻസലായി പോവും. ഈ രണ്ട് എം 2mm ടൈം ആഡ് ചെയ്ത് വരും. 4mm ബൈ ഈ ടൈം വരും അല്ലേ. അപ്പം ഇതാണ് നമുക്ക് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ ഫ്രാക്ഷണൽ ഡിക്രീസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അഥവാ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. നമുക്ക് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി എത്ര കിട്ടിയത്? ഹാഫ് എം വി സ്ക്വയർ 4mm ഡിവൈഡ് ബൈ എം പ്ലസ് എം ഹോൾ സ്ക്വയർ divided by initial kinetic energy, that is half mu square. Then this half mu square and half mu square get cancelled. Then the remaining part is 4mm divided by capital M plus small m whole square, which is the correct answer. That is option D is the correct answer, which is the fraction of decrease in kinetic energy of neutron. Okay, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആയിരുന്നു നമുക്കല്ലേ. നമുക്ക് രണ്ട് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, ഇനീഷ്യൽ അതിന് ഫൈനൽ കേസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇനീഷ്യൽ മൊമെൻറ്റോ ഫൈനൽ മൊമെൻറ്റോ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഹെഡ് ആൻഡ് കോളിഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, വെലോസിറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിലേക്ക് നമ്മൾ വെലോസിറ്റിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V2 കണ്ടുപിടിക്കുന്നു. ദെൻ V1 കണ്ടുപിടിക്കുന്നു. നമുക്ക് U ആയി V1 ആയി. നമുക്ക് V1 V2 നമുക്ക് എന്തായി? ഇൻ ടൈംസ് ഓഫ് യു, ഇനീഷ്യൽ വെലോസിറ്റി യു ടൈംസ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? നമുക്ക് ഫ്രാക്ഷണൽ ഡിക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചേഞ്ചിങ് കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി നമ്മൾ ഓഫ് ന്യൂട്ടൺ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഫ്രാക്ഷണൽ ഡിക്രീസ് എന്ന് പറയുന്നത് ആ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ദെൻ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. ഓക്കെ. Then 17th question. The quark structure of delta plus plus is. പറയാം ഡെൽറ്റ പ്ലസ് പ്ലസ് തന്നെ ആകുമ്പോൾ തന്നെ ഇതിന് ചാർജ് എത്രയായി? +2 ആയല്ലേ. അപ്പം ഇതിലേത് ക്വാർക്ക് കോമ്പിനേഷനിലാണ് +2 ചാർജ് വരുന്നതെന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമുക്കറിയാം യു ക്വാർക്കിൻ്റെ ചാർജ് അപ്പ് ക്വാർക്കിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +2/3 ആണ്. ഡി അഥവാ ഡൗൺ ക്വാർക്കിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1/3 ആണ്. സ്ട്രേഞ്ച് അഥവാ എസ് ക്വാർക്കിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1/3 ആണ്. അപ്പം ഇതിലേത് കോമ്പിനേഷനിൽ വന്നാലാണ് ചാർജ് ടോട്ടൽ +2 വരുന്നത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, യു അതായത് 2/3 പ്ലസ് യുവിൻ്റെ ചാർജ് 2/3 അല്ലേ. 2/3 പ്ലസ് 2/3 പ്ലസ് 2/3 ദാറ്റ് ഈസ് 6/3 ദാറ്റ് ഈസ് 2. ഇത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 2 ആയി. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, യു 2/3 പ്ലസ് ഡിയുടെ -1/3 പ്ലസ് യുടെ 2/3. അപ്പോൾ 3/3 ആയി. അത് 1 ആയുള്ളൂ ചാർജ്. ഇനി എസ് നോക്കിയോ, 3ഉം എസിന് -1/3 അപ്പോൾ -3/3 വരും അല്ലേ. -1 ആയി ചാർജ്. ഇനി ഡി ആകുമ്പോഴത്തേനും അതും -1 വരും. സോ ടോട്ടൽ ചാർജ് 2 വരുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ, യു വിച്ച് ഈസ് ദ ക്വാർക്ക് സ്ട്രക്ചർ ഓഫ് ദിസ് ഡെൽറ്റ പ്ലസ് പ്ലസ്. ഓക്കെ. Then cobalt nucleus is a radioactive nucleus of half-life
2 into log 2 into 10 raised to 8 second. Then the activity of 10 gram of cobalt nucleus in disintegration per second. Okay, നമുക്കറിയാം ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്പർ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. അതായത് dN/dt, നമ്പർ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. അതെന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഇക്വേഷൻ അറിയാം, ലാംഡ n ആണ്. ലാംഡ ഈസ് ദ ഡിക്കേ കോൺസ്റ്റന്റ് ആൻഡ് n ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയസ് റിമൈനിങ് അല്ലേ. ഇനി we know the equation for half-life period, that is T half is equal to 0.693 divided by lambda. Okay, therefore we can നമുക്ക് ആക്ടിവിറ്റി ഇക്വേഷൻ എന്ത് വേണം? ലാംഡ വേണം. സോ നമുക്ക് T half അറിയാം. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ലാംഡ. ലാംഡ ഇസ് ഇക്വൽ ടു 0.693 divided by T half. T half അല്ലേ. T halfിൻ്റെ വാല്യൂ നമുക്കറിയാം, ഹാഫ് ലൈഫ് പീരിയഡിൻ്റെ വാല്യൂ നമുക്കറിയാം, 2 into log 2 into 10 raised to 8 second കൊടുക്കുക. നമുക്ക് ലാംഡ വി വിൽ ഗെറ്റ് 5 into 10 raised to -9. സോ നമുക്ക് ആക്ടിവിറ്റി ലാംഡയായി. നമുക്ക് എന്ത് വേണം? നമുക്ക് ഇനി വാല്യൂ ഓഫ് n വേണം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂക്ലിയസ് വേണം. നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്താണ്? ദ ആക്ടിവിറ്റി ഓഫ് ദ മാസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് 10 gram. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ബൈ given mass divided by molecular mass into Avogadro number. Given mass is 10 gram and molecular mass of cobalt എത്രയാണ്? 60 അല്ലേ. 60 given. അപ്പോൾ 10/60 into Avogadro number, അതായത് 6.600622 into 10 raised to 23. ഇത് ചെയ്യുമ്പോൾ ഇത് 10/60 അല്ലേ. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തുണ്ട്? 1/6 ആവും അല്ലേ. അപ്പം 6.202. അപ്പോൾ ഏകദേശം 1.003 1 എടുത്താലും മതി. 10 raised to 23. ഓക്കെ, ദെൻ ആക്ടിവിറ്റിയുടെ വാല്യൂ ലാംഡ n. ലാംഡ കിട്ടി നമുക്ക് 5 into 10 raised to -9 into n, the number of nucleus കൊടുക്കുക. then 5 into 1 എന്ന് എടുത്താൽ മതി. 5 into 10 raised to -9 into 10 raised to 23, അതായത് ഡിഫറൻസ് വരും അല്ലേ. 10 raised to -9 to 10 raised to 23 എന്ന് പറയുന്നത് എന്താണ്? 10 raised to +14. so answer is 5 into 10 raised to 14. so option D is the correct answer. 5 into 10 raised to 14 is the correct answer അല്ലേ. അതായത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ n. ലാംഡ എന്ന് പറയുന്നത് ഡികെ കോൺസ്റ്റൻറ്റ്. അത് നമ്മൾ ഹാഫ് പീരിയഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചു. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയസ്, നമ്മളത് ഗിവൻ മാസിൽ നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടും കൂടെ കൊടുത്ത് we found the value of activity as 5 into 10 raised to 14. Okay. Next question. Which of the following statement is incorrect? ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, strangeness is conserved in both strong and electromagnetic interaction. Okay. Which is a correct statement. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. സോ സ്ട്രെയിൻനെസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ മാത്രമാണ് സ്ട്രെയിൻനെസ് ക്വാണ്ടം നമ്പർ സ്ട്രെയിൻനെസ് കൺസേർവ് ആയിട്ടുള്ളത്. ദെൻ ഐസോസ്പിൻ ഈസ് കൺസേർവ് ഓൺലി ഇൻ സ്ട്രോങ് ഇൻട്രാക്ഷൻ. ഐസോസ്പിന്നും സ്ട്രോങ് ഇൻട്രാക്ഷൻ മാത്രമാണ് കൺസേർവ് ആയിട്ടുള്ളത്. ദെൻ പാരിറ്റി ഈസ് നോട്ട് കൺസേർവ് ഇൻ വീക്ക് ഇൻട്രാക്ഷൻ. വീക്ക് ഇൻട്രാക്ഷനിലെ പാരിറ്റി കൺസേർവ്ഡ് ആയിരിക്കില്ല, വിച്ച് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Then strangeness is conserved only in weak interaction, which is not a correct statement, but it is an incorrect statement. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഡി, ബിക്കോസ് which is the incorrect statement. That is, strangeness is conserved only in weak interaction. Weak interaction strangeness conserved ആയിരിക്കില്ല. Strangeness is conserved with both strong and
ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലാണെങ്കിൽ സ്ട്രെയിൻസ് കൺസിഡർ ആയിരിക്കാം, വീക്ക് ഇൻട്രാക്ഷനിൽ സ്ട്രെയിൻസ് കൺസിഡർ ആയിരിക്കില്ല. സോ ആൻസർ ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡി. Then next question, which of the following is an example for a spallation reaction? Spallation reaction എന്ന് പറയുന്നത് light particles are ejected as a result of bombardment as by high energy protons വഴി ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ഹെവി ന്യൂക്ലിയർ അല്ലെങ്കിൽ പേരന്റ് ന്യൂക്ലിയർ അത് ഇജക്റ്റ് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയർ ഇജക്റ്റ് ചെയ്തു. ഈ പ്രോസസ് എന്ന് പറയുന്ന പേരാണ് സ്പല്ലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് സ്പല്ലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഓട്ടൺ ന്യൂക്ലിയർ ഒരു പ്രോട്ടോണായിട്ട് ബൊമ്പാർഡ്മെൻറ്റ് ചെയ്യുന്നു, അത് ലൈറ്റർ ന്യൂക്ലിയസിനെ ഇജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് എ example for spallation reaction. Okay, next question, the graph which show the variation of packing fraction of a nucleus against its mass number, that is the relation between താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഗ്രാഫാണ് പാക്കിംഗ് ഫ്രാക്ഷനും മാസ് നമ്പർ തമ്മിലുള്ള കറക്റ്റ് ഗ്രാഫ് കാണിക്കുന്നത്? ഏതാണ് കറക്റ്റ് ഗ്രാഫ് കാണിക്കുന്നത്? ഓക്കെ, അപ്പം നമുക്കറിയാം പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എ. ഡെൽറ്റ എം എന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എം മൈനസ് എ. ഇതിൽ എം എന്ന് പറയുന്നത് അറ്റോമിക് മാസും എ എന്ന് പറയുന്നത് മാസ് നമ്പറുമാണ്. എം എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ആൻഡ് എ എന്ന് പറയുന്നത് മാസ് നമ്പർ. Therefore എഫ് എന്ന് പറയുന്നത് ഡെൽറ്റ എം ബൈ എ ആണ്, ഡെൽറ്റ എം എന്ന് പറയുന്നത് എം മൈനസ് എ ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എം മൈനസ് എ ഡിവൈഡ് ബൈ എ. ഇനി നമ്മുടെ പീരിയോഡിക് ടേബിള് ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ 20ൽ കുറവാണെങ്കിൽ we called the nucleus as light nucleus, and if the atomic mass number is greater than 180 we called it as a heavy nucleus. Okay, അപ്പം ഈ കേസുകളിൽ അതായത് അറ്റോമിക് മാസ് നമ്പർ 20ക്കും താഴെയും 180ക്ക് മുകളിലുമാണെങ്കിൽ, ഇത് 20ക്ക് താഴെയുള്ള ഒരു എക്സാമ്പിളാണ്, ഇത് 180ക്ക് മുകളിലുള്ള എക്സാമ്പിളാണ് ആണെങ്കിൽ ആ കേസിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് മാസ് നമ്പറിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇതാണ് മാസ് നമ്പർ 4. ഇതിന് അറ്റോമിക് മാസ് നോക്കിയത് 4.002, അത് 4നേക്കാളും കൂടുതലാണ്. ഇത് 20ക്ക് താഴെയുള്ളതിന് എക്സാമ്പിളാണ്. ഇനി 180ക്ക് മുകളിലുള്ള എക്സാമ്പിളാണ് യുറേനിയം 238. 238 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പർ. അതിൻ്റെ അറ്റോമിക് മാസ് നോക്കിയേ 238.05 അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലേ, അതിനേക്കാളും കൂടുതലാണ്. ഈ കേസിലെല്ലാം എം ഗ്രേറ്റർ ദാൻ എം എ ആണ്. അപ്പോൾ ഈ എം ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എന്താണ്, എം മൈനസ് എ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി അടുത്ത കേസ്, ഇനി ഈ എ എന്ന് പറയുന്നത് ഈ 20ക്ക് 180ക്ക് ഇടയ്ക്കാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസ്, അതിൻ്റെ മാസ് നമ്പർ 31 ശരിക്കും അറ്റോമിക് മാസ് 30.97337 ആണ് അല്ലേ, 31നേക്കാളും കുറച്ച് കുറവാണ്. ഈ കേസുകളിൽ അതായത് അറ്റോമിക് മാസ് നമ്പർ 20ക്കും 180ക്കും ഇടയിലാണെങ്കിൽ എം ലെസ് ദാൻ എ ആയിരിക്കും. അപ്പോൾ എം ലെസ് ദാൻ എ ആകുമ്പോൾ എം മൈനസ് എ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഏത് ഗ്രാഫായിരിക്കും ഇവിടെ കറക്റ്റായിട്ട് വരിക? ഗ്രാഫ് ഓപ്ഷൻ എ ആയിരിക്കും. കാരണം ഇതൊരു മാസ് നമ്പർ അല്ലേ, ഇവിടെ ഈ മാസ് നമ്പർ ഒരു 20 ആയിരിക്കും, ഇതൊരു 180 ആയിരിക്കും അല്ലേ. അപ്പം ഇതിനിടയ്ക്ക് വാല്യൂ നെഗറ്റീവ്, പാക്കിംഗ് ഫ്രാക്ഷൻ്റെ വാല്യൂ നെഗറ്റീവ്, 20ക്ക്
മുമ്പും 180ക്ക് ശേഷവും വാല്യൂ പോസിറ്റീവ് ആകും. അപ്പം ഈ ഒരു നേച്ചറായിരിക്കും പാക്കിംഗ് ഫ്രാക്ഷനും മാസും നമ്മൾ റിലേഷൻ കാണിക്കുക. അപ്പം ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ ഓർത്തിരിക്കുക. അതായത് എയുടെ വാല്യൂ ബിറ്റ്വീൻ 20 ആൻഡ് 180യും ലെസ് ദാൻ 20യും ഗ്രേറ്റർ ദാൻ 180 തമ്മിലുള്ള ആ കണ്ടീഷൻ ഒന്ന് ഓർത്തിരിക്കുക. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. Then 22. Read the following three statements related to atomic nucleus. Nuclear density is almost a constant for all nucleus. Total binding energy of a nucleus is proportional to their mass. Nucleus with either atomic number or proton number equal to 2, 8, 20, 28, 82 and 126 are relatively much more stable than other nuclei. Like, so question is liquid model of nucleus is based on. Okay, first statement നോക്കിയേ, nuclear density is almost a constant for all nuclei. അത് liquid മോഡലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷനും ടോട്ടൽ ബൈൻഡിങ് എനർജി ഓഫ് എ nucleus is proportional to its mass. അതും ലിക്വിഡ് മോഡലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then third statement, nucleus with either atomic number or neutron number equal to 2, 8, 20, 28, 82 and 126 are relatively more stable than other nuclei. അതെന്താണ്? ഇത് ഷെൽ മോഡലിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഷെൽ മോഡൽ. ഈ നമ്പർ എന്ന് പറയുന്നത് വേറെന്താണ്? ദീസ് നമ്പേഴ്സ് ആർ കോൾഡ് മാജിക് നമ്പേഴ്സ്. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പറോ അല്ലെങ്കിൽ ന്യൂട്രോൺ നമ്പറോ മാജിക് നമ്പറായിട്ട് വരുന്ന കേസുകളിൽ ആ ന്യൂക്ലിയസ് മോർ സ്റ്റേബിൾ ആയിരിക്കുമെന്നാണ് ഷെൽ മോഡൽ വെച്ച് പറയുന്നത്. ഇത് ഷെൽ മോഡലാണ്. പക്ഷേ ലിക്വിഡ് മോഡലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2. So option A is the correct answer. Quadrupole moment of a nucleus is basically, ഒരു ക്വാഡ്രപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റിയാണ്. ക്വാഡ്രപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ടെൻസർ ക്വാണ്ടിറ്റി ആണ്. ക്വാഡ്രപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു ടെൻസർ ക്വാണ്ടിറ്റിയാണ്, വിച്ച് ഇസ് എ സെക്കൻഡ് ഓർഡർ സിമെട്രിക് ടെൻസർ ആണ്. ഡൈപ്പോൾ മൊമെൻ്റ് ആണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ ക്വാഡ്രപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അതൊരു സിമെട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് അല്ലേ. അതൊരു ക്വാഡ്രപ്പോൾ ന്യൂക്ലിയസിന് ക്വാഡ്രപ്പോൾ മൊമെൻറ്റ് 0 ആണെങ്കിൽ അതിൽ സ്പെറിക്കൽ സിമെട്രി ആയിരിക്കും. ക്വാഡ്രപ്പോൾ മൊമെൻറ്റ് 0 ആണെങ്കിൽ അതിന് സ്പെറിക്കൽ സിമെട്രി ആയിരിക്കും. നോൺ സീറോ ആണെങ്കിൽ അതിന് സ്പെറിക്കൽ സിമെട്രി ആയിരിക്കില്ല. ഈ ഒരു മെഷറാണ് ശരിക്കും ക്വാഡ്രപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ സിമെട്രിക് ടെൻസറാണ്. ഡൈപ്പോൾ മൊമെൻ്റ് ആണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ആൻസർ ഈസ് ടെൻസർ. ദെൻ 24. Hypercharge is related to baryon number B and straightness S by the equation y is equal to B plus S. This is the relation between hypercharge, baryon number and strangeness quantum number. Okay. Then 25. Half-life T half and the mean lifetime tau of a radioactive element is. നമുക്കറിയാം മീൻ ലൈഫ് ടൈം ടോ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? T ഹാഫ് ലൈഫ് ഡിവൈഡ് ബൈ ലോഗ് 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് ഇക്വേഷൻ വരിക? ഹാഫ് ലൈഫ്. സോ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ T half is equal to log 2 into tau. Okay, A is the correct answer. It is a relation between half-life and mean life of a radioactive element. So 26. The specific charge of beta ray is found to be less than that of cathode rays. The specific charge എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം സംതിങ് റിലേറ്റഡ് ടു മാസ്.
സോ ചാർജ് നമുക്ക് ഓപ്ഷൻ ഒഴിവാക്കാം. അപ്പം സം ക്വാണ്ടിറ്റി ബൈ ചാർജ് പെർ മാസ് ആയിരിക്കും സ്പെസിഫിക് ചാർജ് ബൈ മാസ് ഇറ്റ് ഈസ് സ്പെസിഫിക് ചാർജ്. അപ്പം ബീറ്റ റേയുടെ സ്പെസിഫിക് ചാർജ് കാതോറിനേക്കാൾ കുറവാണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും? ദ മാസ് ഈസ് ഇൻക്രീസസ്. മാസ് കൂടുതലായതുകൊണ്ടല്ലേ ഈ ക്വാണ്ടിറ്റി ടോട്ടലായിട്ട് കുറഞ്ഞു പോയത്. സോ ബീറ്റാ റേയുടെ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് അത് കാഥോഡ് റേയുടെ സ്പെസിഫിക് ചാർജിനേക്കാളും കുറവായി പോയത്. അപ്പോൾ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ മാസ് ആയിരിക്കും സ്പെസിഫിക് എന്ന് പറയുമ്പോൾ. ബട്ട് സ്പെസിഫിക് ചാർജ് ആയതുകൊണ്ട് ചാർജ് ഡിവൈഡ് ബൈ മാസ്. ഈ മാസ് കൂടുതലാകുമ്പോഴാണ് ഈ ക്വാണ്ടിറ്റി ടോട്ടലായിട്ട് കുറഞ്ഞു പോകുന്നത്. ബീറ്റാറയുടെ മാസ് കൂടുതലാകുന്നതുകൊണ്ടാണ് അത് കാഥോഡിനേക്കാളും വാല്യൂ സ്പെസിഫിക് ചാർജിൻ്റെ കുറഞ്ഞു വന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Then 27. If the nuclear radius of aluminum is 3.6 Fermi, then the nuclear radius of copper 64 in Fermi unit. നമുക്കറിയാം റിലേഷൻ ബിറ്റ്വീൻ nuclear radius and mass number A. It is R is equal to R0 A raised to 1/3. R0 is a constant and we already know the value of R0, that is 1.2 Fermi. So we can easily calculate the value of the nuclear radius of copper by radius of copper is equal to R0 A raised to 1/3. R0 is 1/2 and A എന്ന് പറയുന്ന mass number is 64 here, 64 raised to 1/3. So 1/2 into 64 എങ്ങനെ എഴുതാം? 4 into 4 അതായത് 4 ക്യൂബ് raised to 1/3. 1/3 ക്യാൻസൽ ആയപ്പോൾ 4 ആയി. അപ്പോൾ 1/2 into 4 which is 4.8 ഫെർമി. 4.8 നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസറുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. നമുക്ക് ആൻസറുടെ വാല്യൂ അറിയില്ലെങ്കിൽ ഈ ഒരു റിലേഷൻ വെച്ച് റേഷ്യോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അത് അലുമിനിയത്തിൻ്റെയും കോപ്പറിൻ്റെ നമ്മൾ റേഷ്യോ എടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം ഈ രീതിയിൽ. ഓക്കെ, ഇവിടെ ആകുമ്പോൾ R0 ക്യാൻസൽ ചെയ്യപ്പോൾ അതിനെ. അപ്പം അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് റേഡിയസും വെച്ച് നമുക്ക് കോപ്പറിൻ്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ നമുക്ക് അറിയാം. അത് വെച്ച് നമുക്ക് കോപ്പറിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു വാല്യൂ ഓർത്തിരിക്കുക, R0യുടെ വാല്യൂ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി 28. The output of given logic circuit. ഓക്കെ, നമുക്ക് സർക്യൂട്ട് വരുന്നത് ഇതൊരു NAND ഗേറ്റ് ആണ്. വീണ്ടും NAND ഗേറ്റ്, ഇതൊരു OR ഗേറ്റ്, ഇത് NAND ഗേറ്റ്. ഇവിടെ രണ്ട് ഇൻപുട്ട് A B. ആ A ഇങ്ങോട്ട് വരുന്നു, B ഇങ്ങോട്ട് വരുന്നു. ആൻഡ് അല്ലേ, ആൻഡ് ആകുമ്പോൾ പ്രോഡക്റ്റ് AB. NAND ആയതുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ്, അത് AB ബാർ. അത് ഈ ഔട്ട്പുട്ട് വന്നു. ഇനി ഈ ഔട്ട്പുട്ടും ഈ ഇൻപുട്ടും കൂടെയാണ് ഈ NAND ഗേറ്റിന് ഇൻപുട്ട് വരിക. അതായത് AB ബാർ ആൻഡ് A അല്ലേ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? A ഇൻറ്റു AB ബാർ ഹോൾ ബാർ അല്ലേ. കാരണം ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A ഇൻറ്റു B ആണ്. NAND ആകുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A ഇൻറ്റു B ബാർ. ഇവിടെ ഇൻപുട്ടായി വന്ന ഏതൊക്കെയാണ്? എയും AB ബാറും. അപ്പോൾ ഔട്ട്പുട്ട് A ഇൻറ്റു AB ബാർ ഓൾ ബാർ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡി മോർഗൻസ് തിയറം അനുസരിച്ച് AB ബാർ എന്ന് പറയുന്നത് A ബാർ പ്ലസ് പിയും A പ്ലസ് പി ഓൾ ബാർ എന്ന് പറയുന്നത് A ബാർ ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം, A ഇൻറ്റു ബി ഓൾ ബാർ. ഇവിടെ A എന്ന് പറയുന്നത് അപ്പോൾ അത് A ബാർ പ്ലസ് ബി ബാർ പോലെ. അപ്പം A ബാർ പ്ലസ് AB ബാർ വീണ്ടും ഓൾ ബാർ. അതെന്ന് പറയുന്നത് AB തന്നെയാണ്. AB ബാർ ബാർ എന്ന് പറയുന്നത് AB.
അപ്പോൾ ഈ ഔട്ട്പുട്ട് കിട്ടി എ ബാർ പ്ലസ് എ ബി. ഇനി ഇവിടെ ഇൻപുട്ട് ചെല്ലുന്ന ഏതൊക്കെയാണ്? എ ബി ബാറും ഈ ഇൻപുട്ട് ബിയും. ഇതൊരു ഓർ ഗേറ്റ് ആണ് അല്ലേ? അപ്പോൾ അതിന് ഔട്ട്പുട്ട്, അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബി അഡീഷനാണ് അല്ലേ? അപ്പം എ ബി ബാറും ബിയും ഇങ്ങോട്ട് ചെല്ലും. അപ്പോൾ അത് ആഡ് ചെയ്യും, എ ബി ബാർ പ്ലസ് ബി. ഓക്കെ, അപ്പം ഈ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ട് ചെല്ലുന്ന ഏതൊക്കെയാണ്? എ ബാർ പ്ലസ് എ ബിയും എ ബി ബാർ പ്ലസ് ബിയും. ഇത് ഇൻപുട്ട് ചെല്ലുന്നു. ഇത് വീണ്ടും എന്താണ്? നാൻ ഗേറ്റ്, അത് എ ഇൻറ്റു ബി ബാർ. ഇവിടെ എന്ന് പറയുന്നത് അപ്പം എ ബാർ പ്ലസ് എ ബിയും ബി എന്ന് പറയുന്നത് എ ബി ബാർ പ്ലസ് ബിയും. അതിൻ്റെ പ്രോഡക്റ്റിന് ഇൻവേഴ്സ് ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുക. നോക്കുക, ഇത് ഡി എമോസ് തിയറം ചെയ്തത് ഇതായിരിക്കും ഔട്ട്പുട്ട്. പക്ഷെ നമുക്ക് ഓപ്ഷൻ ഇല്ല, നമുക്ക് അറേഞ്ച് ചെയ്യണം അല്ലേ? അപ്ലൈ ഡി മോഗസ് തിയറം ഫോർ എ ബി ബാർ, ദാറ്റ് ഈസ് എ ബാർ പ്ലസ് ബി ബാർ. ദെൻ ഇതാണ് എ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ എയും ഇത് നമ്മുടെ ബിയുമായിട്ട് കരുതുക. അപ്പം എ ബാർ എന്ന് പറയുമ്പം എ ബാർ പ്ലസ് എ ബി ഓൾ ബാർ പ്ലസ് ബി ബാർ എന്ന് പറയുമ്പോൾ എ ബി ബാർ പ്ലസ് ബി ഓൾ ബാർ. ഇനി ഇതിന് വീണ്ടും എന്ത് ചെയ്യുക? എ പ്ലസ് ബി ബാറിൻ്റെ ഡി മോഗസ് തിയറം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം എ ബാർ ബാർ ഇൻറ്റു സെക്കൻഡ് ടൈം എ ബി ബാർ പ്ലസ് ഫസ്റ്റ് എ ബാർ എ ബി ബാർ ബാർ ഇൻറ്റു ബി ബാർ അല്ലേ? ഇനി എന്ത് ചെയ്യുക? എ ബാർ ഓൾ ബാർ എന്ന് പറയുന്നത് എ ഇറ്റ്സ്. ഇവിടെ വീണ്ടും എന്ത് ചെയ്യുക? ഡി മോഗസ് തിയറം അപ്ലൈ ചെയ്യുക. അതായത് എ ബി ബാർ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ. ഇവിടെ എ ബി ബാർ ബാർ എന്ന് പറയുന്നത് എ ബി ആയി ഇൻറ്റു ബി ബാർ. ഓക്കെ, ഇനി ഇത് അകത്തേക്ക് ഗുണിക്കുക. എ ഇൻറ്റു എ ബാർ പ്ലസ് എ ഇൻറ്റു ബി ബാർ പ്ലസ് എ ബി ബി ബാർ. അപ്പം എ ഇൻറ്റു എ ബാർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എ 1 ആണെങ്കിൽ എ ബാർ എന്തായി? 0 ആയി, അതുപോലെ 0 ആയി പോയി. ഇനി എ 0 ആണെങ്കിൽ എ ബി ബാർ 1, അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 0 ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ഈ ടൈമും ബി ബാർ. അതായത് ബി 1 ആണെങ്കിൽ ബി ബാർ 0 ആയി, ബി 0 ആണെങ്കിൽ ബി ബാർ 1 ആയി. അപ്പോൾ ഈ ടൈം 0 ആയി പോകും. റിമൈനിങ് ടൈം ഈസ് എ ബി ബാർ. So എ ബി ബാർ ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ലോജിക് സർക്യൂട്ട്. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ ഇൻപുട്ടിൽ നിന്നും ഓരോ ഇൻപുട്ട് എടുക്കുക, ആ ഗേറ്റ് ഏതാണോ അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. ആ ഔട്ട്പുട്ട് അടുത്ത ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ആ ഇൻപുട്ട് വെച്ച് ആ ഗേറ്റുകളുടെ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ചെയ്തോളൂ. ദെൻ വി അപ്ലൈ ദ ഡി മോഗസ് തിയറം ഫോർ സിംപ്ലിഫിക്കേഷൻ അല്ലേ? ശരിക്കും ഇതാണ് ഔട്ട്പുട്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നപ്പോൾ എന്ത് വന്നു? വെരി സിമ്പിൾ എക്സ്പ്രഷൻ എ ബി ബാർ. ഓക്കെ, 29th question. A solid which is transparent to visible light and whose conductivity increases with temperature is formed by dash bonding. A solid which is transparent to visible light and whose conductivity increases with temperature is formed by covalent bonding. Okay, covalent bonding. Then in the middle of depletion layer of a reverse bias PN junction, the middle of depletion layer of a reverse bias PN junction. റിവേഴ്സ് ബയസ് നമ്മൾ എന്താണ്? ജംഗ്ഷനിൽ റീകോമ്പിനേഷൻ നടക്കുന്നില്ല, നോ റീകോമ്പിനേഷൻ അറ്റ് ദി ജംഗ്ഷൻ, സോ നോ കറണ്ട് ഫ്ലോ അല്ലേ റിവേഴ്സ് ബയസിലല്ലേ. അപ്പം റീകോമ്പിനേഷൻ നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും? എന്നാൽ റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത് ഒരു ഡയോഡ്, ഇതതിൻ്റെ പിയും ഇത് നെഗറ്റീവും. ഈ പിയിലേക്ക് നെഗറ്റീവും
എന്നിലേക്ക് പോസിറ്റീവ് വരുമ്പോഴാണ് റിവേഴ്സ് ബയസ് ആകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ഇല്ല റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ. അപ്പം ഈ കേസിൽ എന്തുകൊണ്ടാണ് കറണ്ട് ഫ്ലോ ഇല്ലാത്ത? റിവേഴ്സ് ബയസ് ആകുമ്പോഴത്തേനും ഈ പി എൻ ജംഗ്ഷനിൽ റീകോമ്പിനേഷൻ, അതായത് ചാർജ് കാരിയേഴ്സായ ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും റീകോമ്പിനേഷൻ നടക്കുന്നില്ല റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ ലെയറിൽ ഈ കണ്ടീഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അവിടെ ഒരു ചാർജ് റീകോമ്പിനേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതെല്ലാം തിരിച്ച് തന്നെ റീകോമ്പിനേഷൻ നടക്കാതെ അത് തിരിച്ച് അതിൻ്റെ രണ്ട് എൻഡിലേക്കും പോകും. നോ റീകോമ്പിനേഷൻ. ഓക്കെ, സോ ഇൻ റിവേഴ്സ് ബയസ് കണ്ടീഷൻ the electric field at the depletion layer is 0. Okay. In a 31 question, a microprocessor with 12 address lines is capable of addressing. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്, അതായത് 2n. ഇവിടെ n എന്ന് പറയുന്നത് 12 ആണല്ലേ, 12 അഡ്രസ് ലൈൻസ് ആയി. അപ്പം അതിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് 212 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4096 ആയിരിക്കും. അപ്പം ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് 2n. എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ്. അത്ര നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് ഉണ്ടെങ്കിൽ അതിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കും, ഇത്രത്തോളം ആയിരിക്കും. 2n, അതായത് 212 4096. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇവിടെ നമ്മൾ മുമ്പ് കണ്ട സെയിം പ്രോബ്ലമാണ്, അതായത് കൗണ്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇവിടെ കേസിലും ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ടു ബിൽഡ് എ ബൈനറി കൗണ്ടർ ടു കൗണ്ട് ഫ്രം 0 to 1023. അപ്പം ഇവിടെ 2n നമുക്ക് 1023 റേഞ്ച് വരണം. അങ്ങനെ ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഈ വാല്യൂ വരണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ 10 ആയിരിക്കും. നമ്മൾ പ്രീവിയസ് പ്രോബ്ലം ചെയ്തതുപോലെ കൗണ്ടിങ്ങിൻ്റെ കേസിൽ അല്ലെങ്കിൽ അഡ്രസ്സിൻ്റെ കേസ് ചെയ്തതുപോലെ തന്നെ ഈ കേസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് 2n ഈ വാല്യൂ വരണമെങ്കിൽ n എത്ര ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം അത് 10 ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക ഈ ടൈപ്പ് പ്രോബ്ലംസിൽ 2n എന്നുള്ള ഫോർമുല. ദെൻ അവലാഞ്ച് ഫോട്ടോ ഡയോഡ്സ് ആർ പ്രിഫേർഡ് ഓവർ PI, and this positive intrinsic negative diodes in optical communication system because of. എന്തുകൊണ്ടാണ് അവലാഞ്ച് ഫോട്ടോ ഡയോഡ്സ് PIN, that is പോസിറ്റീവ് ഇൻട്രിൻസിക് നെഗറ്റീവ് ഡയോഡ്സിൻ്റെ പകരം ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്? അപ്പം ഈ സ്പീഡ് ഓഫ് ഓപ്പറേഷനും ഹൈ സെൻസിറ്റിവിറ്റിയും ലാർജ് ബാൻഡ് വിത്തും എല്ലാം എന്തിനും ഉണ്ട്, PIN ഡയോഡ്സിനും ഉണ്ട്. ഇത് കൂടാതെ അവലാഞ്ച് ഫോട്ടോ ഡയോഡിനുള്ള ഒരു പ്രത്യേകതയാണ് ലാർജർ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ആർക്കൊക്കെയുണ്ട്? PIN ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി മൂലമാണ് അവലാഞ്ച് ഫോട്ടോ ഡയോഡ്സ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന് സാധാരണ പ്രിഫർ ചെയ്യാറ്. ഓക്കെ, 34. എ N-channel DMOSFET, that is metal organic semiconductor field emission
transistor with a positive VGS operated. VGS എന്നിട്ടുണ്ടെങ്കിൽ VGS, okay, a positive VGS. VGS എന്ന് പറഞ്ഞാൽ ഈ FETയുടെ ഗേറ്റും ഷട്ടറും തമ്മിലുള്ള ആ പൊട്ടൻഷ്യലാണ് VGS എന്ന് പറയുന്നത്. ഗേറ്റും ഷട്ടറും തമ്മിലുള്ള പൊട്ടൻഷ്യലാണ് VGS. അപ്പം എൻ ചാനൽ ഡി മോസ്ഫെറ്റ് വിത്ത് എ പോസിറ്റീവ് VGS operates in enhancement mode, which is the correct option. A n channel D MOSFET with a positive VGS operates in enhancement mode. Okay. Then next question, negative feedback in amplifiers. നമുക്കറിയാം ആംപ്ലിഫയർ എല്ലാം തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യാറുണ്ട്. അതായത് ആംപ്ലിഫയറിൻ്റെ നെഗറ്റീവ് പാർട്ടിലേക്ക് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ കൊടുക്കാറുണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യാറുണ്ടല്ലേ. എന്തിനാണ് ഈ തരത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്? That is option A, increases input and output impedance, increases input impedance and bandwidth, decreases output impedance and bandwidth, decreases input impedance and output impedance. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് കൂടി പിന്നെ എടുത്ത് ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്തിനായിരിക്കും? ഇൻക്രീസസ് ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ബാൻഡ്വിഡ്ത്ത്. ഈ ഒരു പർട്ടിക്കുലർ എയിമിന് വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിങ് നമ്മൾ ആംപ്ലിഫയേഴ്സ് ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ഇംപിഡൻസ് കൂടുതലാകാൻ പാടില്ല, നമുക്ക് ഔട്ട്പുട്ട് ഇംപിഡൻസ് കുറവായിരിക്കണം, നമുക്ക് നല്ല ഔട്ട്പുട്ട് ഗെയിൻ കിട്ടണം. അപ്പം ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ബാൻഡ്വിഡ്ത്തും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിങ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, it is one of the advantage of the negative feedbacking in amplifier to increase input impedance and bandwidth. Next question, feedback element used in an integrated circuit. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എലമെൻറ്റ് ഏതാണെന്ന്? എന്താണ് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്? ഇതാണൊരു കോമൺ സിമ്പിളായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്കിംഗ് ആണ്. നോക്കി, ഇവിടെ ഫീഡ്ബാക്ക് ചെയ്താൽ ഉപയോഗിച്ചിരിക്കുന്ന എലമെൻറ്റ് നോക്കിയാൽ കപ്പാസിറ്റർ അല്ലേ. കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ആസ് ദ ഫീഡ്ബാക്ക് എലമെൻറ്റ് ഇൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇഫ് ഡിഫറൻഷ്യൽ സർക്യൂട്ടിൽ ഏതായിരിക്കും? അപ്പം ഈ കപ്പാസിറ്ററും റെസിസ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. കപ്പാസിറ്റർ ഇവിടെ വരും, റെസിസ്റ്റർ നേരെ ഫീഡ്ബാക്ക് എലമെൻ്റായിട്ട് പോകും. അപ്പം ഡിഫറൻഷ്യൽ സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് എലമെൻ്റ് എന്ന് പറയുന്നത് റെസിസ്റ്ററും, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് എലമെൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്ററും. കാരണം അതാണ് നമ്മൾ ഫീഡ്ബാക്ക് എലമെൻ്റ് ഉപയോഗിച്ചിരിക്കുന്ന എലമെൻറ്റ് അല്ലേ. ഫീഡ്ബാക്കിംഗ് എലമെൻറ്റ് വന്നേക്കുന്നത് അതാണ്. കപ്പാസിറ്ററാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ. ഡിഫറൻഷ്യൽ സർക്യൂട്ടിലാകുമ്പോൾ ഫീഡ്ബാക്ക് വന്നേക്കുന്നത് റെസിസ്റ്ററാണ്. ഓക്കെ, അപ്പം ഫോർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് capacitor is the feedback element. Option B is the correct answer. ഇനി 37, germanium and silicon diodes start conducting at 0.3 volt and 0.7 volt. അതായത് ജെർമേനിയത്തിൻ്റെ കേസിൽ അതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.3. അതായത് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന 0.3 വോൾട്ട് നല്ല പാസ് ചെയ്ത് കഴിയുമ്പോഴാണ് അല്ലേ, അതാണ് കട്ട് ഓഫ് വോൾട്ടേജ്. സിലിക്കൻ്റെ കേസിൽ നമ്മൾ അത് 0.7 volt. In the following diagram, if the germanium diode connection is reversed, the value of V0 changes by. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ. ഇപ്പോൾ രണ്ടും ഫോർവേഡ് ബയാസിലാണ് അല്ലേ. അതായത് പോസിറ്റീവ് എടുത്താണ് പോസിറ്റീവ് കൊടുത്തേക്കുന്നത്, നെഗറ്റീവ് എടുത്താണ് നെഗറ്റീവ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസ് രണ്ടും
ഫോർവേഡ് ബയസാണ്, ജെർമോനിയം ബയസിനാണ്, സിലിക്കണും ഫോർവേഡ് ബയസിനാണ്. അപ്പം ഈ 12 വോൾട്ട് എന്ന് പറയുന്ന ആ ഒരു വോൾട്ടേജ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ജർമ്മനി എന്ത് ചെയ്യും, അതിൻ്റെ കട്ട് ഓഫ് വോൾട്ടേജ് 0.3 വോൾട്ടേജ് യൂസ് ചെയ്യും. അപ്പം ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റൻറ്റും സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് ആയിരിക്കും കോൺസ്റ്റൻറ്റ്. അപ്പം ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഈ ജർമ്മനിയത്തിന് കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.3 വോൾട്ട്. അപ്പം ഇവിടെയും എന്താണ്, സിലിക്കണിൽ നമുക്കറിയാം 0.7 പക്ഷേ ഇവിടെ 0.7 വരില്ല, കാരണം ഇത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ സിലിക്കണും എന്തായിരിക്കും, എന്താ പറ്റുള്ളൂ, 0.37 വോൾട്ടേ പറ്റുകയുള്ളൂ. സിലിക്കൺ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങില്ല, കാരണം സിലിക്കനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ 0.7 വോൾട്ടായി കിട്ടണം. ഓക്കെ, അപ്പം ഈ 12 വോൾട്ടേജ് പോകുന്നതിൽ 0.3 വോൾട്ട് ജർമ്മനിയും കട്ട് ഓഫ് വോൾട്ടേജ് എടുത്തു. മിച്ചം വരുന്ന 12 മൈനസ് 0.3 ദാറ്റ് ഈസ് 11.7 വോൾട്ട് ഈ കണ്ടീഷനിൽ വി ഔട്ടിൽ വരും. അത് വി ഔട്ട് എന്ന് പറയുന്നത് 11.7 വോൾട്ട്. ഓക്കെ, ഇനി കണ്ടീഷൻ തിരിച്ചു. ഇനി ജർമ്മനി എന്താക്കി, ജർമ്മനിയം ഈസ് ഡയോഡ് കണക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. ജർമ്മനിയം ഡയോഡ് കണക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു, അല്ല റിവേഴ്സ് ബയസ് ആക്കി. അപ്പോൾ റിവേഴ്സ് ബയസ് ആയ പിന്നെ എന്താണ്, അതിലൂടെ കണ്ടക്ഷനും കറണ്ടും ഒന്നും പോകില്ല അല്ലേ. അപ്പോൾ എന്തായി, സിലിക്കൺ എന്താവാൻ പറ്റും, വരുന്ന 12 വോൾട്ടേജിൻ്റെ നിന്ന് 0.7 വോൾട്ടേജും സിലിക്കൺ ഇപ്പോൾ എടുക്കാൻ പറ്റും. കാരണം ജർമ്മനിയത്തിൽ കൂടെ ഒന്നും പോകില്ല, കാരണം അത് റിവേഴ്സ് ബയസ് കണ്ടീഷൻ ആയതുകൊണ്ട് ജർമ്മനിയത്തിൽ കൂടി ഒന്നും പോകില്ല. അപ്പം ഈ 0.7 വോൾട്ടേജും സിലിക്കൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ ഔട്ട്പുട്ടിലേക്ക് ചെല്ലുന്ന എത്ര വോൾട്ടേജ് ആയിരിക്കും, 12 മൈനസ് 0.7 വോൾട്ട്, അതായത് 11.3 വോൾട്ട് മാത്രമേ ഔട്ട്പുട്ടിലേക്ക് ചെല്ലുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷനിലുള്ള വോൾട്ടേജ് എത്രയാണ്, 11.7 ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷനിലോ 11.3. ദെൻ എത്രയൊക്കെ ഡിക്രീസ്, ഡിഫറൻസ് എത്രയാണ്, 0.0 വോൾട്ട്. അപ്പം ഈ ജർമ്മോനിയം ഡയോഡ് റിവേഴ്സ് ബയസ് ആക്കി കഴിഞ്ഞാൽ ഈ കണ്ടീഷനേക്കാളും 0.7 വോൾട്ടേജ് കുറഞ്ഞ് 11.3 വോൾട്ടേജ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയുള്ളൂ. സോ 0.4 വോൾട്ടേജ് ആയിരിക്കും ആൻസറായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് അണ്ടർ ദ വേരിയേഷൻ ഓഫ്. നമുക്കറിയാം, എ ട്രാൻസ്ഡ്യൂസർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. ഓക്കെ, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അതിൻ്റെ എനർജി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് കൺവേർട്സ് എനർജി ഫ്രം വൺ ഫോം ടു അനദർ. എക്സാമ്പിൾ മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, തെർമോമീറ്റേഴ്സ്, പൊസിഷൻ ആൻഡ് പ്രഷർ സെൻസേഴ്സ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് കെമിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഡ്യൂസർ ഇതൊക്കെ ഉണ്ട്. ഈ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ കേസിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ആ ക്രിസ്റ്റൽ ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ കേസിൽ നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അത് ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരിക വർക്ക്സ് അണ്ടർ ദ വേരിയേഷൻ ഓഫ് സം മെക്കാനിക്കൽ പ്രഷർ ആയിരിക്കും. ഓക്കെ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് അണ്ടർ ദ വേരിയേഷൻ ഓഫ് മെക്കാനിക്കൽ പ്രഷർ. So next question 39. The Boolean expression y is equal to ab plus bc plus ca all bar is equivalent to.
നമുക്കിവിടെ എന്ത് വേണം? ഡി മോർഗൻസ് തിയറം വേണം അല്ലേ? എ ബി ബാർ എന്ന് പറയുന്നത് എ ബാർ പ്ലസ് പി ബാർ, എ പ്ലസ് പി ബാർ എന്ന് പറയുന്നത് എ ബാർ ഇൻറ്റു പി ബാർ. ദെൻ എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്ന് പറയുന്ന ഓൾ ബാർ എന്ന് പറയുന്നത് എ ബി ബാർ ഇൻറ്റു ഡി മോർഗൻസിന് അപ്ലൈ ചെയ്യുകയാണ് എ ബി ബാർ ഇൻറ്റു ബി സി ബാർ ഇൻറ്റു സി എ ബാർ അല്ലേ? കാരണം എ പ്ലസ് പി ബാർ എന്ന് പറയുന്നത് എ ബാർ ഇൻറ്റു ബി ബാർ ആണ്. അപ്പോൾ ഇവിടെ എ ബി ബാർ ഇൻറ്റു ബി സി ബാർ ഇൻറ്റു സി എ ബാർ. പിന്നെ ഫസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യുക? വീണ്ടും ഡി മോർഗൻസിന് അപ്ലൈ ചെയ്യുക. എ ബി ബാറിന് ഡി മോർഗൻസിന് അപ്ലൈ ചെയ്യുക. എ ബാർ പ്ലസ് ബി ബാർ, ഇവിടെ ബി ബാർ പ്ലസ് സി ബാർ, ഇവിടെ സി ബാർ പ്ലസ് എ ബാർ. എന്ത് ചെയ്യുക? ഫസ്റ്റ് രണ്ട് ടൈംസ് തമ്മിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എ ബാർ ഇൻറ്റു ബി ബാർ പ്ലസ് എ ബാർ ഇൻറ്റു സി ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു ബി ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു സി ബാർ ഇൻറ്റു ഈ ടൈം തന്നെ സി ബാർ പ്ലസ് എ ബാർ. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എ ബാർ ബി ബാർ സി ബാർ പ്ലസ് എ ബാർ ബി ബാർ എ ബാർ പ്ലസ് എ ബാർ സി ബാർ സി ബാർ ബി എ ബാർ സി ബാർ എ ബാർ ബി ബാർ സി ബാർ ബി ബാർ എ ബാർ ബി ബാർ സി ബാർ സി ബാർ ബി ബാർ സി ബാർ എ ബാർ. ഓക്കെ, അപ്പോൾ ഇതിലെ സിമിലർ ടൈംസ് നോക്കിയേ. എ ബാർ ബി ബാർ സി ബാർ ആൻഡ് എ ബാർ ബി ബാർ സി ബാർ. നമുക്ക് ഒറ്റ എഴുതിയാൽ മതി അല്ലേ? രണ്ട് ടൈം വേണ്ട, ഒരു ടൈം എഴുതിയാൽ മതി. പിന്നെ എ ബാർ ബി ബാർ എ ബാറും എ ബാർ ബി ബാർ എ ബാറും അല്ലേ? കാരണം ഇവിടെ ബി ബാറിൽ ഒരു ബി ബാർ മതി, ഇവിടെ എ ബാറിൽ ഒരു എ ബാർ മതി. അപ്പോൾ ഇത് എ ബാർ ബി ബാർ ആകും, ഇതും എ ബാർ ബി ബാർ ആകും. സെയിം കേസ് ഇവിടെ എ ബാർ സി ബാറിൽ ഒരു സി ബാർ മതി, എ ബാർ സി ബാർ. ഇവിടും ഇതും എന്ത് ചെയ്യും? എ ബാർ സി ബാർ എ ബാറിൽ ഒരു എ ബാർ മതി, അപ്പോൾ ഇത് എ ബാർ സി ബാർ ആകും. ഈ കേസിന് ബി ബാർ സി ബാറിൽ ഒരു ബി ബാർ മതി, അപ്പോൾ ഇത് ബി ബാർ സി ബാർ ആകും. ഇവിടെ ബി ബാർ സി ബാറിൽ ഒരു സി ബാർ മതി, അപ്പോൾ ഇത് ബി ബാർ സി ബാർ ആകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈക്വൽ പെയേഴ്സ് ഉള്ള ടൈംസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ടൈം നമുക്ക് എഴുതിയാൽ മതി, രണ്ട് ടൈമിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഇപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമില്ല, കാരണം സിമ്പിൾ എ എന്ന് എഴുതിയാൽ മതി. കാരണം എ 1 ആണെങ്കിലും 1 + 1 എന്ന് പറയുന്നു ലോജിക് ഗേറ്റിൻ്റെ സ്ഥലത്ത് 1 തന്നെയാണ് അല്ലേ? 0 + 0 എന്ന് പറയുന്നത് 0. അപ്പം ഒരു ടൈം മതി. അപ്പം രണ്ടിൻ്റെ പേരിനകത്ത് നിന്ന് ഓരോ ടൈം എടുത്ത് എഴുതുക. എ ബാർ ബി ബാർ സി ബാർ പ്ലസ് എ ബാർ ബി ബാർ പ്ലസ് എ ബാർ സി ബാർ പ്ലസ് ബി ബാർ സി ബാർ. ഓക്കെ, ഇനി ഈ എ ബാർ ബി ബാർ സി ബാർ ഫസ്റ്റ് രണ്ട് ടൈമിനകത്ത് തന്നെ കോമൺ ആയിട്ടുള്ളത് എ ബാർ ബി ബാർ കോമൺ, എ ബാർ ബി ബാർ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ സി ബാർ പ്ലസ് 1 പ്ലസ് ബാക്കി രണ്ട് ടൈം അങ്ങനെ തന്നെ എഴുതി എ ബാർ സി ബാർ പ്ലസ് ബി ബാർ സി ബാർ. സി ബാർ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും 1 ആയിരിക്കും, കാരണം സി ബാർ പ്ലസ് 1 എന്ന് പറയുന്നത് ഇപ്പോൾ സി 0 ആണെങ്കിൽ സി ബാർ 1, അപ്പോൾ എത്രയാണ്? 1 + 1 അതെന്ന് പറയുന്നത് 1 തന്നെയാണ്, കാരണം ലോജിക്കലിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം വാല്യൂ 1 തന്നെയാണ്. ഇനി സി 1 ആണെങ്കിൽ സി ബാർ 0 ആയി, അപ്പോൾ സി ബാർ പ്ലസ് 1 എന്ന് പറയുന്നത് 0 + 1 അതും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഈ എപ്പോഴും ഇത് വാല്യൂ എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പം ഇത് വാല്യൂ നമുക്ക് 1 നോക്കാം. അപ്പോൾ എ ബാർ ബി ബാർ ആയി. ആൻസർ ഈസ് എ ബാർ ബി ബാർ പ്ലസ് എ ബാർ സി ബാർ പ്ലസ് ബി ബാർ സി ബാർ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, എ ബാർ ബി ബാർ പ്ലസ് എ ബാർ സി ബാർ പ്ലസ് ബി ബാർ സി ബാർ, ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് സിംപിളി നമ്മൾ ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. സിംപിളി വി അപ്ലൈ ഡി മോർഗൻസ് തിയറം ആൻഡ് അറേഞ്ച് ദ ടൈംസ്. ടൈംസ് നമ്മൾ റീ അറേഞ്ച് ചെയ്തു. അപ്പം ഈ കണ്ടീഷനൊക്കെ അറിയണം. സി ബാർ പ്ലസ് 1 ആണെന്നും രണ്ട് ടൈം പേര് വന്ന ഒരു ടൈം എഴുതിയാൽ മതിയെന്നും ഒക്കെ നമുക്ക് അറിയണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The minimum value of resistor R required in the following circuit if the maximum cylinder current is 50 milliampere. Okay, maximum cylinder current is 50 milliampere and cylinder voltage
Cell voltage is equal to 10 volt. And the input voltage is equal to 40 V. That is the minimum value of R required to in the following circuit if the maximum cylinder voltage is current is 50 milliampere. Okay, 15 milliampere maximum current cylinder diode കൂടെ പോകണമെങ്കിൽ what is the value of R? Okay, അപ്പം ഇവിടെ നമുക്ക് V in എന്ന് പറയുന്നത് എന്താണ്? 40 വോൾട്ട്. ഇനി സെനൽ വോൾട്ടേജ് 10 വോൾട്ട് തന്നിട്ടുണ്ടല്ലേ. സെനൽ വോൾട്ടേജ് 10 വോൾട്ട് ആകുമ്പോൾ മിച്ചമുള്ള വോൾട്ടേജ് എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. ബാക്കി മിച്ചമുള്ള 30 വോൾട്ട് ഇവിടെയുണ്ട്. ഓക്കെ, നമുക്കെന്തറിയാം? അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR. നമുക്ക് വേണ്ട R അല്ലേ വേണ്ടത്. then R is equal to V by I. therefore V എന്ന് പറയുന്നത് 30 വോൾട്ട് ഉണ്ട് അവിടെ ബൈ മാക്സിമം കറണ്ട് എത്ര വേണം? 15 മില്ലി ആംപിയർ. ദാറ്റ് ഈസ് 30 by 15 ആംപിയറിലേക്ക് മാറ്റിക്കോ. 10⁻³ ദാറ്റ് ഈസ് 30 into 10⁻³ divided by 50. that is divided by 50 അല്ലേ? 30,000 divided by 50 which is 6×5 30. so 600 ohm is the answer അല്ലേ? 40 വോൾട്ട് ഉണ്ട് ഇൻപുട്ട്, 10 വോൾട്ട് ഇവിടെ വേണം, ബാക്കിയുള്ള 30 വോൾട്ട് ഇവിടെ ഉണ്ട്. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. അത് 50 ആംപിയർ മാക്സിമം കിട്ടണം. അതും പ്രകാരം then what is the value of R? we apply simply the Ohm's law. okay, next question. The Thevenin equivalent voltage across A and B for the given network is? The Thevenin equivalent voltage across A and B. നമുക്കിവിടെ 3 ലൂപ്പായിട്ട് തിരിക്കാം. ഫസ്റ്റ് ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ്, തേർഡ് ലൂപ്പ്. നമ്മൾ ഫസ്റ്റ് ലൂപ്പിൽ ജംഗ്ഷൻ സിയിൽ നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുന്നു. അതായത് കറണ്ട് എൻ്ററിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു കറണ്ട് ലിവിങ് ദ ജംഗ്ഷൻ. ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്ന ഏതാണ്? I1 എന്ന് വിളിച്ചു. ലീവ് ചെയ്യുന്നത് I2, I3. therefore I1 is equal to leaving the junction, current entering the junction I1, current leaving the junction I2, I3. therefore I1 is equal to I2 plus I3. so I2 is equal to I1 minus I3. ഇത് നമ്മൾ സെക്കൻഡ് ലൂപ്പിലെ ജംഗ്ഷൻ സിയിൽ വീണ്ടും നമ്മൾ കിർച്ചോഫിൻ്റെ കറണ്ട് ലോ എടുത്തു. അതായത് the algebraic sum of current at any junction is equal to 0. ഇവിടെ ജംഗ്ഷനിൽ വരുന്ന കറണ്ട് ഏതൊക്കെയാണ്? ഇവിടെ നിന്ന് വരുന്ന I3യും ഈ അമ്മീറ്ററിൽ നിന്ന് വരുന്ന I4. algebraic sum of the current at junction is equal to 0. therefore I3 plus I4 is equal to 0. so I3 is equal to minus I4. I4 വാല്യൂ നമുക്ക് അറിയാം എത്രയാണ്? 5 ആംപിയർ. അപ്പോൾ I3 എന്ന് പറയുന്നത് എന്ത് കിട്ടി? മൈനസ് 5. I3 ഈസ് ഈക്വൽ ടു -5 ആംപിയർ എന്ന് കിട്ടി അല്ലേ? therefore I2 ഈസ് ഈക്വൽ ടു I1 മൈനസ് I3. I1 എത്രയാണ്? ഈ അമ്മീറ്ററിൽ നിന്ന് പോകുന്ന കറണ്ട് അത് 3 തന്നെ. ഇത് I1 മൈനസ് I3, അതായത് 3 മൈനസ് I3 കിട്ടിയത് -5. 3 മൈനസ് -5 ദാറ്റ് ഈസ് 8 ആംപിയർ ആണ് I2. നമുക്ക് I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി, I4 എല്ലാം കിട്ടി, കറണ്ട് എല്ലാം കിട്ടി അല്ലേ? ഇനി നമുക്കെന്താ വേണ്ടത്? വാട്ട് ഈസ് ദ ഇക്വാലൻറ്റ് വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി? അത് എയ്ക്കും ബിക്കും അക്രോസുള്ള വോൾട്ടേജ്, അതായത് ഈ അമ്മീറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും എയ്ക്കും ബിക്കും അക്രോസുള്ള വോൾട്ടേജ്.
നമുക്കത് കണ്ടുപിടിക്കണം. നമുക്ക് ലൂപ്പ് 2 എടുക്കാം. നമുക്ക് ഇതിനെക്കുറിച്ച് വോൾട്ടേജ് വേണ്ട. ലൂപ്പ് 2 നമ്മളെടുത്തു. ലൂപ്പ് 2 നമ്മൾ എന്ത് ചെയ്തു? അപ്ലൈ KVL, ദാറ്റ് ഈസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ നമ്മൾ അപ്ലൈ ചെയ്തു. അതായത് ഇവിടുന്ന് പോകുന്ന ഈ വോൾട്ടേജ് 60 വോൾട്ടേജ് എന്ന് പറയുന്നത് ഓംസ് ലോ പ്രകാരം വി എന്ന് പറയുന്നത് IR അല്ലേ? VIR. therefore ഡയറക്ഷൻ നോക്കണം. ഇവിടുന്ന് കറണ്ട് പോകുന്നു, വോൾട്ടേജ് ഈക്വൽ ടു I2 ഇങ്ങോട്ടല്ലേ? അപ്പം -I2 ഇൻറ്റു റെസിസ്റ്റൻസ് 32. കാരണം വി എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R ആണ്. 60 വോൾട്ട് ഈസ് ഈക്വൽ ടു -I2 ഇൻറ്റു 32 പ്ലസ് I3 അങ്ങോട്ട് തന്നെ. I3 സെയിം ഡയറക്ഷനില്ല. പ്ലസ് I3 ഇൻറ്റു 8. I3 ഇൻറ്റു 8 പ്ലസ് the voltage across A and B. That is voltage across the 5 ampere ammeter. Okay. ഇനി I3യുടെ പോലെ നമുക്കറിയാം 8 I3 അറിയാം -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 60 വോൾട്ട് ഈസ് ഈക്വൽ ടു -8 ഇൻറ്റു 32 പ്ലസ് -5 ഇൻറ്റു 8 പ്ലസ് വോൾട്ടേജ് അക്രോസ് 5 ആംപിയർ. ഇപ്പോൾ വോൾട്ടേജ് അക്രോസ് 5 ആംപിയർ ഈസ് ഈക്വൽ ടു 60 പ്ലസ് ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക പ്ലസ് 8 ഇൻറ്റു 32 പ്ലസ് 5 ഇൻറ്റു 8 ഇപ്പോൾ 60 പ്ലസ് 256 പ്ലസ് 40 ഇറ്റ് ഈസ് ഈക്വൽ ടു 356 വോൾട്ട്. ഇത് കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ നിന്ന് വോൾട്ടേജ് അക്രോസ് AB എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഈ 5 ആംപിയർ അമ്മീറ്ററിൻ്റെ അക്രോസ് വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 ലൂപ്പായിട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്ത കറണ്ടിനെ കണ്ടുപിടിച്ചു. ദെൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് നമ്മൾ വോൾട്ടേജും കണ്ടുപിടിച്ചു. ഓക്കെ. ദെൻ 42. The physical size of transmitter and receiver antenna in a communication system are. For transmitting a signal, we need an antenna or an area. അപ്പോൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്കൊരു ആൻറ്റിന അല്ലെങ്കിൽ ഏരിയ വേണം. This antenna should have a size comparable to the wavelength of the signal. അപ്പം ആ ആൻറ്റിനയ്ക്ക് സൈസ് എന്ന് പറയുന്നത് ഇൻകമിങ് വേവ് ലെങ്തിൻ്റെ അതായത് സിഗ്നലിൻ്റെ വേവ് ലെങ്തിൻ്റെ എന്ത് ചെയ്യണം? കമ്പയറബിൾ ആയാൽ മാത്രമേ അതിനെ റിസോൾവ് ചെയ്യുള്ളൂ അല്ലേ? ലാംഡ ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു D ആയിരിക്കണം. അതിനാണ് സൈസും സിഗ്നലിൻ്റെ വേവ് ലെങ്തും മാച്ചിങ് ആയിരിക്കണം. At least λ/4 in dimension, so that the antenna properly senses the time variation of the signal. ഇനി ഈ ലാംഡ എന്ന് പറയുന്നത് ഡീനേക്കാൾ വളരെ കുറവായിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോസസ്സ് നടക്കില്ല, അവിടെ സെൻസിങ് നടക്കില്ല, നമുക്ക് സിഗ്നൽ ഔട്ട്പുട്ട് കിട്ടില്ല. അത് മാച്ചിങ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് λ/4 ഡയമെൻഷനിലെങ്കിലും മാച്ചിങ് ആയിരിക്കണം. സോ ദ സൈസ് ഓഫ് ആൻറ്റിന ഇഫ് ഈസ് L ആണെങ്കിൽ നമ്മൾ D എന്നാണ് പറഞ്ഞത്. L ആണെങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ ആയിരിക്കണം അല്ലേ? നമുക്കറിയാം നമ്മുടെ വേവ് ലെങ്ത് നമുക്കറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ലാംഡ അല്ലേ? സോ ലാംഡ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി അല്ലേ? വെലോസിറ്റി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി. Therefore lambda proportional to 1/f. ലാംഡ എന്ന് പറഞ്ഞാൽ 1/f പ്രൊപ്പോർഷനാണ്. പക്ഷെ ലാംഡ എന്തിൻ്റെ പ്രൊപ്പോർഷനിലാണ്? എല്ലിന് പ്രൊപ്പോർഷൻ അല്ലേ? ലാംഡ എല്ലും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. Therefore ലാംഡ 1/f പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് സൈസായ എല്ലും എന്തിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കണം? 1/f പ്രൊപ്പോർഷൻ ആയിരിക്കണം. സോ ദ ഫിസിക്കൽ സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ carrier frequency. Inversely proportional to the carrier frequency. 43. Programming language that make use of mnemonic codes, which is the assembly language. Then phase shift oscillators are suitable for generating. നമ്മൾ സാധാരണ phase shift oscillator ഉപയോഗിക്കുന്നത് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിന് വേണ്ടിയാണ്. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് അല്ലാതെ അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചിനോ
അല്ലെങ്കിൽ മൈക്രോവേവ് ഫ്രീക്വൻസിക്ക് വേണ്ടിക്കോ ഒന്നുമല്ല നമ്മൾ സാധാരണ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിന് വേണ്ടിയാണ് നമ്മൾ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ നമ്മൾ യൂസ് ചെയ്യാറ്. ദെൻ ഷോർട്ട്കി ഡിഫക്റ്റ് ഇൻ ക്രിസ്റ്റൽസ് ഈസ് ഒബ്സർവ്ഡ് വെൻ. എപ്പോഴാണ് ഷോർട്ട്കി ഡിഫക്റ്റ് ക്രിസ്റ്റൽസിൽ ഒബ്സർവ് ചെയ്യുന്നത്? വെൻ ഈക്വൽ നമ്പർ ഓഫ് cations and anions are missing from the lattice. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനിയോൺസും ലാറ്റിസിൽ നിന്നും മിസ്സിങ് ആകുമ്പോഴാണ് ഷോർട്ട്കി ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഒരു ആനിയോൺ ലീവ്സ് ഇസ് നോർമൽ സൈറ്റ്സ് ആൻഡ് ഓക്കുപ്പൈസ് ഇൻ ഇൻറ്റർസ്റ്റിഷ്യൽ സൈറ്റ് ആകുമ്പം അത് സാധാരണ ക്രിസ്റ്റൽ ഡിഫക്റ്റ് ആണ്. സി ഓപ്ഷൻ. ഷോർട്ട്കി ഡിഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോണും ആനിയോണും ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും മിസ്സിങ് ആകണം. Okay, so option B is the correct answer. 46. The reciprocal lattice of an FCC lattice. അപ്പം FCC ലാറ്റിസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഏതാണ്? BCC ആയിരിക്കും. BCC ലാറ്റിസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? FCC ആയിരിക്കും. ഓക്കെ, അതായത് FCC ലാറ്റിസും റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത് BCCയും നേരെ തിരിച്ച് BCCയുടെ FCCയും ആയിരിക്കും. 47th question. ഇത് 47th question. The classically molar electronic specific heat capacity. Classically molar electronic specific capacity എന്ന് പറയുന്നത് 3/2 R ആണ്. CV. Classically molar electronic specific capacity എന്ന് പറയുന്നത് 3/2 R ആണ്. R is a universal gas constant. So 3/2 എന്ന് പറയുന്നത് എത്രയാണ്? 3/2 R എന്ന് പറയുന്നത് 1/1.5 R ആണ്. So option B is the correct answer. 48. For a diamond structure, packing fraction is given by. നമുക്കറിയാം ഡയമണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ രണ്ട് FCC ലാറ്റിസുകൾ, അതായത് ഒരു 2 ഇൻ്റർപെനേറ്റിംഗ് FCC, അതായത് ഒരു FCCക്കകത്ത് വേറൊരു FCC വെച്ചേക്കുന്നതാണ് ഡയമണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു FCCക്കുള്ളിൽ മറ്റൊരു FCC വെച്ചേക്കുന്നതാണ് ഡയമണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഒരു FCCയുടെ വെട്രിക്സ് എന്ന് പറയുന്നത് 0 0 0 അകത്തിരിക്കുന്നതിൻ്റെ A/4 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 ആയിരിക്കും അതിൻ്റെ വെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. N ഇൻറ്റു വോളിയം ഓഫ് ആറ്റം ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. നമുക്കറിയാം നമ്മൾ ആറ്റത്തെ കൺസിഡർ ചെയ്യുന്നത്, വി കൺസിഡർ ആൻ ആറ്റം എസ് എ spherical shape. So volume is the volume of the sphere, that is 4/3 pi r cube. R is the radius of the atom. Then our unit cell is FCC, so it is a cubic. So the volume is of the unit cell is the volume of the cube, that is cubic. A cube. Okay, volume of unit cell A cube, volume of atom 4/3 pi r cube. Then what is N? N is a number of effective number of atoms. നമുക്കറിയാം ഒരു FCCയുടെ കേസിൽ നമുക്ക് എത്രയാണ് effective number of atoms? 4 ആണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? 2 FCC ഉണ്ട്. So for diamond structure N is equal to 8. And the relation between R and A, that is lattice parameter A and the radius of the atom R, are related in the diamond structure as like this, that is R is equal to √3a/8. ഇങ്ങനെയാണ് ഡയമണ്ട് സ്ട്രക്ചറിൽ റേഡിയസ് ഓഫ് ആറ്റവും ലാറ്റിസ് പാരാമീറ്റർ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. സോ പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു n8 ഇൻറ്റു വോളിയം ഓഫ് ആറ്റം എന്ന് പറയുന്നത് 4/3 pi r cube pi a cube, that is 8 ഇൻറ്റു 4/3 pi ഇൻറ്റു ആറിന് സാധനം കൊടുക്കുക, ഈ A ടേംസ് കൊടുക്കുക, √3a/8 ക്യൂബ് ബൈ a ക്യൂബ്. A ക്യൂബ് ക്യാൻസൽ ആയിപ്പോയി. ദെൻ 8 ഇൻറ്റു 4/3 ഇൻറ്റു പൈ ഇൻറ്റു √3യുടെ ക്യൂബ് എന്ന് പറയുന്നത്
എത്രയാണ് റൂട്ട് ത്രീയുടെ ക്യൂബ്? റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ. റൂട്ട് ത്രീ റൂട്ട് ത്രീ എന്ന് പറയുന്നത് 3. സോ 3 റൂട്ട് ത്രീ. 3 റൂട്ട് ത്രീ ഡിവൈഡ് ബൈ 8 ക്യൂബ്. 8 ക്യൂബിൽ നിന്ന് ഒരു 8 പോയി, 8 സ്ക്വയർ ആവും. 4 ഇൻറ്റു 3യും 3യും ക്യാൻസൽ ആയി പോയി. 4 ഇൻറ്റു 5 ഇൻറ്റു റൂട്ട് ത്രീ ഡിവൈഡ് ബൈ 8 സ്ക്വയർ. ദാറ്റ് ഈസ് 8 സ്ക്വയർ 64. 4 ബൈ 64 എന്ന് പറയുന്നത് 1 ബൈ 16 ആണ്. 1 ബൈ 16 ഇൻറ്റു റൂട്ട് ത്രീ പൈ. ദിസ് ഈസ് ദ ആൻസർ. 1 ബൈ 16 ഇൻറ്റു റൂട്ട് ത്രീ u3 pi, which is the correct option. So option D is the correct answer. The backing fraction for a diamond structure is root 3 pi by 60. That is 0.34. ഈ പൈയുടെ വാല്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് 0.34 എക്സ്പെക്ട് ചെയ്ത് കിട്ടുക. അതായത് 34% ആണ് അതിൻ്റെ ബാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഫോർ ഡയമണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ബാക്കിംഗ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡയമണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 FCC ലാറ്റിസുകൾ അകത്ത്, ഒരു FCC അകത്ത് വേറെ FCC ഇരിക്കുന്നതാണ് ഓർക്കുക. ഓക്കെ, അതിൻ്റെ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 2 FCCയുടെ കൂട്ടി 4 + 4 8 വരെ ഓർക്കുക. അതിൻ്റെ അറ്റോമിക് റേഡിയസും ലാറ്റിസ് പരാമീറ്റർ നമ്മൾ റിലേഷൻ ഓർത്തിരിക്കുക. ദെൻ പുട്ട് ദീസ് വാല്യൂസ് ടു ദ പാക്കിംഗ് ഫ്രാക്ഷൻ ഇക്വേഷൻ. വിൽ ഗെറ്റ് ദ വാല്യൂസ് root 3 pi by 60. That is 34%. 49. The question. Ice is an example of. Ice എന്ന് പറയുന്നത് ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ ആയിരിക്കുമല്ലോ. Ice is an example of hexagonal system. Ice is an example of hexagonal system. Hexagonal system. Ice is an example of hexagonal system. Then question 15. The coordination number for a FCC crystal structure crystal is. What do you mean by coordination number? Coordination number is the number of nearest neighboring atoms or lattice points. ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ലാറ്റിസ് പോയിന്റുകളുടെ അല്ലെങ്കിൽ ആറ്റംസിൻ്റെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഒരു FCC ക്രിസ്റ്റലിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ 12 ആയിരിക്കും. അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു FCC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു 4 FCC ഓർക്കുക, അല്ലെങ്കിൽ അടി 4 മുകളിൽ 4, ടോട്ടൽ 8 FCC ക്യൂബിക് അടുക്കി വെച്ചേക്കെന്ന് ഓർക്കുക. നമുക്ക് FCC എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ കോർണേഴ്സിലും ആറ്റംസ് കാണും, അതിൻ്റെ ഫേസ് സെൻറ്ററിൽ കൂടെയും ആറ്റംസ് കാണും. അപ്പം ആ ഫേസ് സെൻറ്ററിലിരിക്കുന്ന ആറ്റംസിനെ നോക്കുക. അപ്പം ഒരു ഫേസ് സെൻറ്ററിലിരിക്കുന്ന ഒരു ആറ്റം മറ്റേ ക്യൂബിൻ്റെ ഫേസ് സെൻറ്ററായിരിക്കുന്ന ആറ്റം ചേർന്നിരിക്കുമല്ലേ. ടോട്ടൽ താഴെ 4 മുകളിൽ 4, ടോട്ടൽ 8 ഉണ്ട്. അപ്പോൾ ഒരു ഫേസിലെ ആറ്റം മറ്റേ ക്യൂബിൻ്റെ ഫേസിലെ ആറ്റം ചേർന്നിരിക്കുമല്ലേ, അത് ഒരുമിച്ച് ഒന്നായിട്ട് കണക്കാക്കുക. ആ രണ്ടിൻ്റെ ഫേസ് സെൻറ്ററിൽ നിന്ന് ആ ഫേസിൽ ഉള്ള 4 കോർണറിലേക്ക് പോവുക. അപ്പോൾ അതിന് 4 നിയറസ്റ്റ് നെയ്ബറിങ് ആയി. അപ്പം 4 ആയി. ഇനി ആ ഫേസ് സെൻറ്ററിൽ നിന്ന് 2 ക്യൂബുകളുടെയും ഒരു ഫേസ് സെൻറ്റർ ഉണ്ടല്ലോ, മുകളിലത്തെ ഫേസിലേക്ക് പോവുക, താഴത്തെ ഫേസിലെ സെൻറ്ററിലേക്ക് പോവുക, 2 സൈഡിലെ ഫേസ് സെൻറ്ററിലേക്ക് പോവുക. അപ്പോൾ ഒരു ക്യൂബിൻ്റെ കഴിഞ്ഞു. ഇപ്പം 4 4 8 ആയി. ഇപ്പം ഇനി മറ്റേ തൊട്ടടുത്തുള്ള ക്യൂബിൻ്റെ 4 ഫേസിലേക്ക് പോവുക, മുകളിലത്തെ താഴത്തെ 2 സൈഡിലത്തെ. ഇപ്പം ഇപ്പറേ 4 ആയി. അപ്പോൾ ടോട്ടൽ 4 + 4 + 4 12 ആയി. അതായത് നമുക്ക് സിമ്പിളായിട്ട് 2 ക്യൂബ്
അടുത്തിരിക്കുന്നവർക്ക് FCC. അപ്പം അതിൻ്റെ ഒരു ഫേസ് മുട്ടിയിരിക്കുമായിരിക്കുമല്ലോ. ആ മുട്ടിയിരിക്കുന്ന ഫേസിലെ ഫേസ് സെൻറ്ററിൽ ആറ്റംസ് ഉണ്ടല്ലോ FCCയിലാകുമ്പം. അപ്പം ആ FCCയിൽ മുട്ടിരിക്കുന്ന ഫേസ് സെൻറ്ററിലെ ആറ്റം കൺസിഡർ ചെയ്യുക. ആ ആറ്റത്തിൻ്റെ 4 കോർണറിലേക്കും ഓടിക്കുക. അപ്പം 4 ആറ്റം കണ്ടു. ഇനി ആ സെൻറ്ററിൽ നിന്ന് തന്നെ 2 ക്യൂബുണ്ട്. ഒരു ക്യൂബിൻ്റെ താഴെയും മുകളിലും 2 സൈഡിലുള്ള ഫേസ് സെൻറ്ററിലേക്ക് പോവുക. അപ്പം വീണ്ടും 4 ആറ്റം കൂടെ നിയറസ്റ്റ് നെയ്ബർ വന്നു. ഇനി മറ്റേ ക്യൂബിൻ്റെ ഇതുപോലെ താഴേക്കും മുകളിലേക്കും 2 സൈഡിലേക്കും ഫേസ് സെൻറ്ററിലേക്കും പോവുക. അവിടെ 4 വന്നു. ടോട്ടൽ 4 + 4 + 4 12 for FCC കോൺവെൻഷൻ നമ്പർ. ഇനി BCC ആകുമ്പോൾ എത്രയായിരിക്കും? BCC ആകുമ്പോൾ 8 ആയിരിക്കും അല്ലേ. അതായത് സെൻട്രലിലായിരിക്കും ആറ്റം. പിന്നെ 8 കോർണറിലേക്ക് വരിക അതിൻ്റെ നിയറസ്റ്റ് നെയ്ബറിങ് ആറ്റംസ് ഉണ്ടായിരിക്കുക. അപ്പം BCC കേസിലാകുമ്പോൾ കോൺവെൻഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ 51. വിച്ച് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് ആർ ജനറലി ഗുഡ് ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റേഴ്സ്? സാധാരണഗതിയിൽ നമ്മൾ ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റർ ആപ്ലിക്കേഷന് ഉപയോഗിക്കുന്നത് മെറ്റാലിക് ക്രിസ്റ്റൽസാണ് ഉപയോഗിക്കുന്നത്. മെറ്റാലിക് സാധാരണ ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റർ ആപ്ലിക്കേഷനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. മെറ്റാലിക് ക്രിസ്റ്റൽസ്. Question 52. Semiconductors with equal concentration of accepted and donor impurities. That is equal concentration of accepted and donor impurities. അതൊരു കോമ്പൻസേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ. അത് കോമ്പൻസേറ്റ് ഈ നമ്പർ ഓഫ് ആക്സെപ്റ്ററും ഡോണറും അത് കോമ്പൻസേറ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് എ കോമ്പൻസേറ്റഡ്. നമുക്ക് ഐസോടോപ്പിനെ പറ്റി നമുക്കറിയാം. ഐസോടോപ്പിനെ പറ്റി നമുക്കറിയാം. പിന്നെ ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവിങ് സെയിം ക്രിസ്റ്റലൈൻ ഫോം ഉള്ളതിനെയാണ് നമ്മൾ ഐസോമോർഫിക് എന്ന് പറയുന്നത്. ഐസോടോപ്പിക് എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് ആറ്റോമിക് നമ്പറോ മാസ് നമ്പറോ ഉള്ളതിനാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത് അല്ലേ. സോ ഐസോടോപ്പ് ആകുമ്പോഴത്തേനും ഈക്വൽ നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ മാത്രമാണ് നമ്മൾ ഐസോടോപ്പ്. ഐസോമോർഫിക് ആകുമ്പോഴത്തേനും സെയിം ക്രിസ്റ്റലൈൻ ഫോം എക്സിബിറ്റ് ചെയ്യുന്നതിന് ഐസോമോർഫിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആംഫിയോടെറിക്? ആംഫിയോടെറിക് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിനോ അല്ലെങ്കിൽ അയോണിനോ ഒരു ആസിഡോ അല്ലെങ്കിൽ ബേസോ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് ആംഫിയോടെറിക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഐസോടോപ്പിക്ക് സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ. ഐസോമോർഫിക് ആകുമ്പം സെയിം ക്രിസ്റ്റലൈൻ ഫോം എക്സിബിറ്റ് ചെയ്യുന്ന ആറ്റം മോളിക്യൂൾ. ആംഫിയോടെറിക് ആകുമ്പോഴത്തേനും ഒരു മോളിക്യൂളിനെ ആസിഡുമായിട്ടും ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾ പറഞ്ഞാൽ ആംഫിയോടെറിക് എന്ന് പറയുന്നത്. ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് അക്സെപ്റ്ററും ഡോണറും ഉള്ള കേസ് നമ്മൾ അതിനെ വിളിക്കുന്നത് കോമ്പൻസേറ്റഡ് സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 53. BCS തിയറി ഈസ് വാലിഡ് ഫോർ. BCS തിയറി എന്ന് പറഞ്ഞ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി കേസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ് BCS. ദാറ്റ് ഈസ് ബെർലോയിൻ കൂപ്പർ ഷ്രീഫർ എന്ന് പറയുന്നതാണ് BCS തിയറി എന്ന് പറയുന്നത്. അത് സൂപ്പർ കണ്ടക്ടിവിറ്റി കേസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഈ ബ്രിലോയിനാണ് ഫിസിക്സിൽ തന്നെ 2 നോബൽ പ്രൈസ് കിട്ടിയ സയൻറ്റിസ്റ്റാണ് ബ്രിലോയിൻ എന്ന് പറയുന്നത്. ഒന്ന് ഈ BCS തിയറിയുടെ എക്സ്പ്ലനേഷനും, 2 ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തത്തിനും, പിന്നെ ഈ BCS തിയറിയുടെ എക്സ്പ്ലനേഷനും ബ്രിലോയിന് ബി എന്ന് പറയുന്ന ബ്രിലോയിന് 2 നോബൽ പ്രൈസ് കിട്ടിയതാണ് കേട്ടോ ഫിസിക്സിൽ. ഈ BCS തിയറി എന്ന് പറയുന്നത് ഈസ് വാലിഡ് ഫോർ വീക്ക് കപ്ലിംഗ് സൂപ്പർ കപ്പാസിറ്ററിനായിരിക്കും BCS തിയറി വാലിഡ് ചെയ്യുന്നത്. ബാക്കി സ്ട്രോങ് കപ്ലിംഗ് സൂപ്പർ കണ്ടക്ടറിൻ്റെ കേസിലോ അല്ലെങ്കിൽ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ കേസിലോ ഒന്നും ഈ BCS തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് ഈ 3 എണ്ണവും ഈ ബിയും സിയും ഡി ഒക്കെ ശരിക്കും BCS തിയറിയുടെ ലിമിറ്റേഷൻസ് ആണ്. കാരണം ഇത് 3 ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ BCS തിയറിക്ക് സാധിച്ചില്ല.
It is only valid for weak coupling superconductors. Question number 54. The relation K by sigma proportion to temperature. K എന്ന് പറയുന്നത് എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി. സിഗ്മ എന്താണ്? ഇലക്ട്രോണിക് കണ്ടക്ടിവിറ്റി. Which is the famous Weidmann-Franz law. This is K by sigma proportional to T. That is the ratio of thermal conductivity to electrical conductivity is proportional to the temperature, which is the Weidmann-Franz law. Then 55. Fermi energy level EF is the highest energy state. നമുക്കറിയാം ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹയസ്റ്റ് എനർജി സ്റ്റേറ്റ് ആണ് ഒരു മോളിക്യൂളിൻ്റെ കേസിൽ. അപ്പോൾ ഫെർമി ലെവലിൽ ആണ് ഒരു മോളിക്യൂളിലെ ആറ്റംസ് എത്തിപ്പെടാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവൽ. അപ്പം ആ ഫെർമി എനർജി ലെവലിൻ്റെ താഴെയുള്ള എല്ലാ ലെവൽസും എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫീൽഡ് ആയിരിക്കും. കാരണം ഫീൽഡ് ചെയ്താണ് നമ്മൾ മുകളിലേക്ക് ഇല്ലുന്നത്. അപ്പോൾ ആ എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവലാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ആ ഫെർമി ലെവലിൻ്റെ താഴെയുള്ള എല്ലാ ലെവൽസും എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫീൽഡ് ആയിരിക്കും. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. So 56. According to Kronig-Penney model, in the energy spectrum of electrons in solid, there are, നമുക്കറിയാം Kronig-Penney model പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അവിടെ ഒരു ആൾട്ടർനേറ്റ് റീജിയൻസ് ഓഫ് അലോവഡ് ആൻഡ് ഫോർവേഡ് എനർജി ലെവൽസ് ആണ് നമുക്ക് കണ്ടല്ലേ. ഒരു നമ്മൾ ബാർ ഡയഗ്രം ആണ് പഠിച്ചതാണ്. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു regions of allowed and forward energy bands ആണ്. ഒരു പീരിയോഡിക് നേച്ചറാണ് അവിടെ നമ്മൾ കാണാൻ സാധിച്ചത് ഇൻ Kronig-Penney model. That is alternate regions of allowed and forward energy bands in Kronig-Penney model. So option B is the correct answer. 57. Electron concentration in non-degenerate semiconductor. നമുക്ക് ഒരു നോൺ ഡീജനറേറ്റ് സെമികണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ n is equal to NC. NC is the number of electrons in the conduction band in exponential EF minus EC by KT. So option A is the correct answer. And for holes, P is equal to NV, number of holes in the valence band, into exponential EV minus EF by KT. ഇതാണ് ഡെറിവേഷനൊക്കെ വളരെ ലെങ്തിയാണ്. ഇതാണ് ഒരു ഇലക്ട്രോണിക് കോൺസെൻട്രേഷൻ ഇൻ എ നോൺ ഡീജനറേറ്റ് സെമികണ്ടക്ടേഴ്സുള്ള ഇലക്ട്രോണിക് കോൺസെൻട്രേഷൻ്റെ വാല്യൂ, ഹോൾ കോൺസെൻട്രേഷൻ്റെ വാല്യൂ. നമുക്കറിയാം പിന്നെ NI എന്ന് പറയുന്ന ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ആണ്. അതെന്ന് പറയുന്നത് ഈ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് N/P അല്ലേ. NI² എന്ന് പറയുന്നത് N/P. അതിൻ്റെ വാല്യൂ ആണ് താഴെ കൊടുത്തേക്കുന്നത് NC NB എക്സ്പോണൻഷ്യൽ മൈനസ് EG by KT. EG എന്ന് പറയുന്നത് എനർജി ബാൻഡ് ഗ്യാപ്പ്. So option A is the correct expression for the electron concentration in a non-degenerate semiconductor. 58. Einstein's expression for specific heat capacity at a constant volume. ഇതും ഒരു ചെറിയ തിയറി ആൻഡ് ഡെറിവേഷനാണ്. ഇവിടെ നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഠിക്കുന്നത് CV, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് 3 × R theta E by T square e raised to theta E by T divided by e raised to theta E by T minus 1 whole square ആണ്. തീറ്റ എന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് ടെമ്പറേച്ചർ ആണ്, അതായത് h/kB, where kB is the Boltzmann constant and h is the Planck's constant. നമ്മൾ ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഈ ഒരു ചോയ്സ് ഓപ്ഷനിലില്ല. ശരിക്കും ഇതിനെ റീഅറേഞ്ച് ചെയ്താണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഈ റേസ് ടു 2 θ E by T പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും.
അപ്പം ഇങ്ങനെ റീഅറേഞ്ച്മെൻറ്റിന് ശേഷമാണ് ഓപ്ഷൻ ബി ആയിട്ട് ഇതിൻ്റെ ആൻസർ വരിക. നമ്മൾ സാധാരണ പഠിക്കുന്നത് ഈ ഒരു ഫോമിലാണ് പഠിക്കാറ്, പക്ഷേ ഈ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഇത് റീഅറേഞ്ച് ചെയ്തുള്ള ഓപ്ഷനാണ് ആൻസറിൽ കൊടുത്തേക്കുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ആ റീഅറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെ നോക്കുക. ഇതിൽ നിന്ന് e⁻² തീറ്റ e/t പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ടൈം വരും അല്ലേ? കാരണം ഇത് അകത്തേക്ക് വരും, വീണ്ടും e⁻² തീറ്റ e/t, ഇത് വരുമ്പോൾ രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി വീണ്ടും 1 വരും. ഓക്കെ. ഇനി ഇവിടെ എന്താവും? ഈ ടൈം ഇനി മുകളിലേക്ക് പോകും. അപ്പം തീറ്റ e/t ഇത് -2 തീറ്റ e/2 ആയാൽ -തീറ്റ e/t ആവും മുകളിൽ. ഇത് 1 മൈനസ് ഇത് e⁻− തീറ്റ e/t സ്ക്വയർ ആയി. ഓക്കെ. അപ്പോൾ ഇതിന് എന്താ പറ്റും? ഈ ടൈമിനെ മുകളിലേക്ക് വീണ്ടും കൊണ്ടുപോകും. 3r തീറ്റ e/t സ്ക്വയർ e⁻² തീറ്റ e/t ഇൻറ്റു 1 മൈനസ് e⁻² തീറ്റ e/t (-2). Option B is the correct answer for Einstein's expression for specific heat capacity at the constant volume. Next, if G is a reciprocal lattice vector, the Bragg law can be expressed as G എന്ന് പറയുന്ന റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ ആണെങ്കിൽ നമ്മൾ ബ്രാഗ്സ് ലോ ഇൻ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് 2k ഡോട്ട് g പ്ലസ് g സ്ക്വയർ ഈക്വൽ 0 ആയിരിക്കും. G എന്ന് പറയുന്നത് എ വെക്ടർ ഇൻ റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ G. ഈ ജിയുടെ k എന്ന് പറയുന്ന വേവ് വെക്ടർ ടേമിൽ നമ്മൾ ബ്രാഗ്സ് ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2kg പ്ലസ് g സ്ക്വയർ ഈക്വൽ 0 എന്ന ഫോമിലാണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി 60 ക്വസ്റ്റ്യൻ. ഇൻ നോൺ ഡിസ്പേഴ്സീവ് മീഡിയം, ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ആൻഡ് വേവ് വെക്ടർ k ആർ റിലേറ്റഡ് ടു വേവ് വെലോസിറ്റി v as. നമുക്കറിയാം വേവ് വെലോസിറ്റി v as ഓപ്ഷൻ എ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ v ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ k. നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ ഏതാണ്? 2π ന്യൂ. k വേവ് വെക്ടർ എന്ന് പറയുന്നത് 2π/λ. അപ്പോൾ ഒമേഗ ബൈ k ചെയ്ത് നോക്കിക്കേ, ദാറ്റ് ഈസ് 2π ന്യൂ ഡിവൈഡ് ബൈ 2π/λ. 2π ക്യാൻസലായി പോയി, ലാംഡ മോൾ വരും അല്ലേ, ന്യൂ ലാംഡ ഈസ് v അല്ലേ. അപ്പോൾ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ് റിലേഷനാണ്. v ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ ലാംഡ. ഒമേഗ എന്ന് പറയുന്നത് 2π ന്യൂ, k എന്ന് പറയുന്നത് 2π/λ. അത് കൊടുത്ത് നമുക്ക് കറക്റ്റ് ന്യൂ ലാംഡ ഈസ് ഈക്വൽ v എന്നുള്ള ഫോമിലേക്ക് തന്നെ വന്നു. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.